الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. حبه صلى الله عليه وسلم الفعل الصالح وكراهته التطير. ഫാല എന്ന് പറഞ്ഞാൽ ഒരു നല്ല അർത്ഥം കുറിക്കുന്ന സന്തോഷകരമായ, നമ്മൾ വിചാരിച്ചാൽ മതി ഖുർആനോട് നമ്മ ബക്കപ്പ് താമാക്കി അവസാനിപ്പിക്കുന്നു. അതെന്നെ പാല് അത് നടപ്പിലാക്കൽ ഞാൻ തഫാവുൽ. തതയ്യുറു എന്ന് പറഞ്ഞാൽ എന്താ? അതിന് നേരെ ഓപ്പോസിറ്റ്. روى البخاري عن أنس رضي الله عنه عن النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞെന്താ? ലാ അദ്വ വലാ തിയറത വയുഅജിബുനി الفعل الصالح الكلمة الحسنة. ഹദീസാ പറയുന്നു. അതിനെപ്പറ്റി മൂപ്പർ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ലാ അദ്വ എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള രോഗം വേറൊരാൾക്ക് വിട്ടെടുക്കലില്ല. ഓരോരുത്തർക്കും അവരവരതായ രോഗമാണ്. അതുപോലെ വല തീറത്ത എന്ന് പറഞ്ഞ ഈ പറഞ്ഞില്ലേ തീറത്ത്, അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. അതായത് ആദ്യകാലത്ത് ചില പക്ഷികളെ പായിച്ചിട്ടും പക്ഷികളെ വിട്ടിട്ട് എന്താക്കും അറിയാം, നിങ്ങൾ മുറാദ് ഹാസിലാകും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറയുന്നത്. ഇന്ന് ചില ജുലൂസ് നടത്തുന്ന കുറേ ഖുറാഫാത്തുകൾ. അതിന് പല വകഭേദമുണ്ട്. ഒരു കാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കട്ടുണ്ടാക്കും പോലും ഇതേപോലെ ഭാഗത്ത് ചെയ്യാക്കുക എന്നെല്ലാം പറ്റി ഒരൊറ്റ എറിഞ്ഞിട്ട് ഇഫ്അൽ എന്ന ഭാഗം അത് പൊന്തി വന്നെങ്കിൽ ചെയ്യാം, ലാ തഫ്അൽ എന്നാണെങ്കിൽ ചെയ്യേണ്ടതെന്ന്. കട്ടൻ്റെ ചുറ്റാത്തെറിഞ്ഞിട്ട് അതാ കാലഫിൻ നിഹായ, നിഹായയിൽ പറഞ്ഞു അത്തയ്യറത്തു. അതങ്ങനെ വായിക്കണം, ബി കസരി ത്വാഇ വഫതിഹിൽ യാഇ തിയ്യാറത്ത് എന്ന് വായിക്കണം. വഖത്തു സക്കനു, ഏത് തീറത്ത് എന്നുള്ള യാക്ക് സുക്കൂനും കൊടുക്കാം. അതാണ് ഹിയ തശാഉമ ബിശൈഇ, ഒരു ശൈഇ കൊണ്ട് ശകുനം പറയലുണ്ടല്ല. കൈമൻ തന്നെ കണി കണ്ടത് ഇങ്ങനെയാണ്, അയാളെ ദൈവവും ഇന്നോനെ കണ്ടത് ഇന്നതാണ് എന്നിങ്ങനെ. അത് പല കാര്യങ്ങളെ കൊണ്ടുമുണ്ട്. ഇന്ന കാര്യം ഒരു കാര്യം രണ്ട് കാര്യം മാത്രമൊന്നുമല്ല. അത് നല്ലോണം പ്രചരിപ്പിക്കും ജുലൂസുകാരാണ്. അതാ ഈ അതാ വഹുവ മസ്തറു തതയ്യറ. തതയ്യറ എന്ന ഫീലിൻ്റെ മസ്തറാണിത്. വാല തതയ്യറ തീറത്തൻ, അതായത് അതിനെ മഫ്അലൂത്തിലൊക്കെ പറയും. എന്താണ് തഖയ്യറ ഖിയറത്തൻ, അതിന് എതിരി. ഖാല, എന്നിട്ട് ആര് പറയുന്നു? നിഹായിൽ പറയുന്നു. വഅസ്ലുഹു ഫീമാ യുഖാലു, ഇതിൻ്റെ അസ്ൽ എവിടുന്ന് വന്ന്? അത്തതയ്യുറു ബിസ്സവാരിഹി വൽ ബവാരിഹി മിനത്ത്വയ്രി വൽളിബാഇ വഗൈരിഹിമാ. പക്ഷികൾ, ലിബാ എന്ന് പറഞ്ഞാൽ മുയല, ഇങ്ങനെ എന്തെല്ലോ ജീവികളെ കൊണ്ട് റബിയല്ലേ മാനി ഇതിനെ ഉപയോഗിച്ചിട്ട് എന്താക്കും? ഏതാ സമാനിഹി ഏതാ വാരിഹി നോക്കിയിട്ട് പറയല്. ഇപ്പം പക്ഷി പറയാലും പറയാല, ഇന്ന മരക്കൊമ്പത്തുനിന്ന് പക്ഷി ഇന്ന് അങ്ങോട്ട് മുഖം കുത്തിയിട്ടാണ് പിന്നെ കഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് മുറാദ് ഹാസിലാവും ആവില്ലാന്നൊക്കെ പറയല്. എന്താ ഖാലൽ ഇമാമുൽ അസ്ഹരി പറയുന്നു, ഇന്നൽ അറബ ശറഹ് നോക്ക്, കാന തസ്ജുറു തൈറ, പക്ഷികൾ എന്താക്കും? ഇവിടെ ഇങ്ങനെ ഓടിക്കും.
ഓടിക്കുമ്പോൾ ഫതതശാഅമു ബിൽ ബാരിഹി, ബാരിഹിൻ്റെ അർത്ഥം ഞാൻ പറയും, ബാരിഹ കൊണ്ട് ഒരു മോശമാണെന്ന് പറയും. ഇനിയോ ഫതതയമ്മനു ബിസ്സാലിഹ കൊണ്ട് ഗുണമാണെന്നും പറയും. അത് അറബിയുടെ പണ്ടത്തെ ജാഹിലിയത്തുള്ള പതിവാന്ന് അതാ പറയുന്ന. കാല അബൂബൈദ പറയുന്ന സാല യൂനുസ് റൂബത്ത വാന ഷാഹിദുൻ അനിസാലിഹി വൽ ബാരിഹിനെ കുറിച്ച് യൂനുസ് ചോദിച്ച അവർ ഷെയ്ഖിനോട്. അഷറാഹി നോക്കിപ്പോ കാല, അപ്പോൾ ഷെയ്ഖ് എന്താ പറഞ്ഞത്, അസാലിഹു എന്ന് പറഞ്ഞാൽ മാ ബല്ലാക്ക മയാവിനഹൂ, ബലഭാഗത്തേക്ക് പോയത്. പിന്നെ ബാരിഹ എന്ന് പറഞ്ഞാൽ ഇടഭാഗത്തേക്ക് പോയത്. അപ്പം ബാരിഹ കൊണ്ട് ഇപ്പം എന്താക്കുന്നത്, ഷോമാന്നിപ്പം പറഞ്ഞിരിക്കുന്ന ആദ്യം അതിൽ പറഞ്ഞു തതശാഅമു ബിൽ ബാരിഹി തതയമ്മനു ബിസ്സാലിഹി എന്നല്ല പറഞ്ഞു. വക്കീല ഒരു കീലുണ്ട്, അൽ ബാരിഹു എന്ന് പറഞ്ഞാൽ മാ യഅതി മിൻ ജഹത്തി ശിമാൽ, വടക്ക് ഭാഗത്ത് നിന്ന് വന്നതിനാണ് ബാരിഹ എന്ന് പറഞ്ഞത്. സാനിഹ് എന്ന് പറഞ്ഞാൽ മാ യഅതി മിൻ ജഹത്തിൽ ജമീൻ, ജമീൻ്റെ ഭാഗത്ത് നിന്ന്. എന്നിട്ടോ സുമ്മ ഇന്നഹും സുമ്മ സമ്മൗ അസുമ സുമന്നല്ലേ ത്വയ്റൻ ത്വായിറൻ, അതിന് ത്വയ്ർ എന്ന പേര് കൊടുത്ത്. അതിൻ്റെ ഫെയിലെന്താണ്, തശാഉമാവിന് പേര് കൊടുത്ത് തതയ്യുറു എന്ന് പേര് കൊടുത്തു. അപ്പോൾ അസലിൽ പക്ഷിനെ ഒടിച്ചിട്ടും ഇതൊക്കെ ഉണ്ടാകില്ല. ഇന്ന് പല സാധനമുണ്ട്, ചില മരങ്ങൾ, ചില ആളുകൾ ധരിച്ച കുപ്പായോ അങ്ങനെ പലതും കൊണ്ടുണ്ടാക്കും. നാളെ ഇത് അങ്ങനെ ശാസ്ത്രം ഇല്ലല്ല, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവല്ല. തീറത്താന്ന് മുത്തുനബി പറഞ്ഞത്, എൻ്റെ ദീനിൽ അങ്ങനത്തൊന്നും ഇല്ലാന്ന് മുത്തുനബി പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് അർത്ഥം കിട്ടല്. വെഡ്ഡികളെ ലോകത്ത് വിശ്വസിക്കാം. വക്കത് യുത്തലേക്കോന ത്വായിറ, ഇനി ത്വായിറ എന്നുള്ള പ്രയോഗം ദൈവൻ്റെ കിട്ടിയ വിഹിതം എന്ന അർത്ഥമുണ്ട്. ഖൈറൻ ഔ ശർറൻ. പിന്നെന്താ പറയുന്നത്, കാല വാസലുഹു, അല്ലാതെ നിഹായിൽ പറഞ്ഞത് ഫീമാ യുക്കാലു ആ തത്തയും അതോ വായിച്ചല്ല, വക്കാന ദാലിക യുഖയ്യിദുഹും, ഇത് അവരെ തടഞ്ഞിടും. നീങ്ങിയാൽ ഐ യംനഉഹും ഫീ അഹ്ദിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലത്ത് ചില പ്രവർത്തനം ഇന്ന് വേണ്ട, അത് പറ്റൂല എന്നുണ്ടെന്താക്കും, അത് തടഞ്ഞു നിർത്തും. ഇതിനെ തൊട്ട് അൻ മഖാസിദിഹിം, അവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്ന തൊട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലോറി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പച്ച ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുമല്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഒരൊറ്റ വട്ടാണ്, ഇന്ന് മുന്നോടിക്കാൻ പറ്റൂല. ആ ലോഡും വണ്ടിയാടും നിർത്തിയിട്ട് ബൈബ് ഒന്നാക്കി എല്ലാം തടസ്സമായി. അവിടെ എടുക്കുകയും ചെയ്യില്ല, എടുക്കുമ്പോൾ പിന്നെ ഓടിക്കലില്ലേ. ആ ചെറവാക്കിൻ്റെ കയറ്റത്തിൻ്റെ വളവില്ല, ഒരു ഹോട്ടലാണ് അവിടെ, അതിനെ കുറച്ചും കൂടെ താഴെ. അതാ അപ്പം മക്സൂദിനത്തോട് തടഞ്ഞിട്ട്. ചില നാട്ടിൽ ഭരണിയാണ്, ഭരണി കേട്ടില്ലേ, മംഗലാപുരത്തേക്ക് പോയാൽ ഇന്ന് ഭരണിയുണ്ട് എന്നുള്ളു. എന്താ ഈ ഭരണി എന്ന് ചോദിച്ചാൽ പുറക്കൻ്റെ ഉത്തരവില്ല. അതിങ്ങനെ കേട്ട് താവയ്യായിട്ട് ഇങ്ങനെ എന്തായെന്നറിയോ, വിവേചനമില്ലാതെ തൊണ്ട കെട്ടാണ്ട് ഇങ്ങനെ വിഴുങ്ങി വന്ന് ഇന്ന് ഭരണിയെന്ന് ഇതൊന്നും ചെയ്തൂട. എന്തായി ഭരണി, മറ്റേതാ അച്ചാറിടുന്നതാ. അപ്പോൾ എന്നാ പറഞ്ഞു, അതില്ല എന്നെന്താക്കി ശറഅ് നിഫി ചെയ്യുകയും അത് ബാത്തിലാണെന്ന് പറയുകയും വനഹ അൻഹു, അതിനെ തൊട്ട് തടയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനത്തൊന്നില്ല. വഅഖബറ, എന്നിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അന്നഹു ലൈസ ലഹു തഅസീറുൻ ഫീ ജൽബി നഫ്ഇൻ ഔ ദഫഇ നുദ്രി, ഉപകാരം വലിക്കാനോ ഉപദ്രവങ്ങൾ തടുക്കാനോ അതിന് യാതൊരു തഅസീറും ഇല്ല. അങ്ങനെ ലോകത്ത് പലതും ജീവിക്കാനുണ്ട്, പലതും ജീവിക്കും. ലോകം എനിക്ക് മാത്രമുള്ള ഒന്നുമല്ല. എന്താ പഠിച്ച എല്ലാ പടപ്പിനും ഈ ലോകത്തെ അവകാശമുണ്ട്. അപ്പോൾ നഫ്അ വലിക്കാനോ നുറ തടുക്കാനോ അതിന് യാതൊരു തഅസീറുമില്ല എന്നെന്താക്കി തങ്ങൾ പറഞ്ഞു. ഇനി വക്കാല ആയുധൻ, ഇനി അടുത്തേതാണ് ഫഅല് നഫാല് എന്ന് പറയും. മഹ്മൂസൻ ഹംസ കൊടുത്ത് വായിക്കണം എന്നാണ് പറയുന്നത്. അത് ഫീമാ യസുറു വയസൂഉ, അതെന്താക്കും, സന്തോഷിപ്പിക്കുന്ന കാര്യത്തിനും പറയും
ദുഃഖിപ്പിക്കുന്ന കാര്യത്തിനും പറയും. തയ്യറത്തു ലാ തക്കൂന് ഇല്ലാ ഫീമാ യസു, മോശമായ കാര്യത്തിന് തയ്യറത്ത് എന്ന് പ്രയോഗിക്കാറുള്ളൂ. അവ രണ്ടിനും പ്രയോഗിക്കുന്ന വാക്കാണ് ഏത്? ഫഅലി. ഇനി റബ്ബ മുസ്തുഅമിലത്ത് ഫീമാ യസുറു, ഇത് തയ്യറത്തും എന്താക്കും? രണ്ടിനും പ്രയോഗിക്കും. തയ്യറത്ത് ഇപ്പം മോശമാതിനെ പറയൂ എന്ന് പറഞ്ഞാലും രണ്ടിനും പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വക്കാല ഐലൻ വഖദ് ജാഅത്ത് തയ്യറത്തു ബിമഅനൽ ജിൻസി, ആ ജിൻസിൻ്റെ മാനാക്ക് എന്താക്കിയെന്ന് അറിയും? ജിൻസ് എന്നർത്ഥത്തില്ല, ജിൻസിൻ്റെ മാനാക്ക്, അതായത് രണ്ടിനും ഉൾക്കൊള്ളിക്കുന്ന സൈസ്. അപ്പോൾ അത് വിശാലമായിരിക്കും ജിൻസായാൽ. ഇതുണ്ടാ അത് വൽ ഫാലു എന്ന അഭിമാനന്നോ, ആ ജിൻസിൻ്റെ താഴെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹെവാൻ എന്ന് പറഞ്ഞ ജിൻസാണ്. അതിൻ്റെ കീഴിൽ എന്താക്കും? ആനുണ്ട്, കുതിരയുണ്ട്, പക്ഷിയുണ്ട്, പറക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ജിൻസ് കുറേ വിശാലമായിരിക്കും. അപ്പോൾ തയ്യറത്ത് ഒരു ജിൻസാക്കി വെച്ചാൽ അതിലുള്ള ഒരു ഇനമാണ് ഏത്? ഫഅല് എന്ന് പറഞ്ഞത്. അത് നൗഅത്ത്. വഅശാറ ബിദാലിക, അപ്പോൾ അത് സൂചിപ്പിച്ച ഇലാമ റവാഹുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തയ്റത എന്ന് പറഞ്ഞു. എന്നിട്ടോ ഖൈറുഹൽ ഫാലൂൻ, ആ തീറത്തിൽ നിന്ന് ഖൈറുള്ളത് ഫഅലാണ്. അപ്പോൾ തീറത്തിൽ നിന്റെ പലതും അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാലു വമൽ ഫഅലു യാ റസൂലല്ലാഹ്, ഇത് ഫഅൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖാല അൽ കലിമത്തു സാലിഹത്തു യസ്മഉഹാ അഹദുക്കും, അതാ ഒരു സാലിഹായ കലിമത്ത്. അതിൻ്റെയും ഉദാഹരണം ശേഖ് പറയുന്നുണ്ട്. അത് നിങ്ങൾപ്പെട്ട ഒരാൾ കേൾക്കും. വലിദാ ഖാല ഫിൽ മിർഖാത്തിൽ പറഞ്ഞു യശ്റഹു ഖൗലഹു വഖൈറുഹൽ ഫാൽ എന്ന് പറഞ്ഞില്ലേ? ഐ ഖൈറു അൻവാഇ തയ്യറത്തി, തയ്യറത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അൻവാഅ് ഏത് തയ്യറത്ത്? ബിൽ മാനൽ ലുഗവിയ്യിൽ അഅ്മി എന്ന് പറഞ്ഞില്ലേ? രണ്ടിനും പറയാവുന്നതാണ്. മിനൽ മഖദിൽ അസ്ലി, അതിൽ നിന്ന് ഖൈർ. ഒരു ഇവിടം വരെ പറഞ്ഞത് പറയാം. വൽ ഖുലാസത്തു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅജിബുൽ ഫഅലു സാലിഹ്, സാലിഹായ ഫഅല് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഐ കലിമത്തുൽ ഹസനത്തുൽ മുബശ്ശിറത്തു ബിഖൈർ, ഖൈർ കൊണ്ട് അറിയിക്കുന്ന സന്തോഷകരമായ ഒരു കലിമത്ത്. അതാണ് തങ്ങൾക്ക് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. കമാ റവ തിർമിദി അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅജിബുഹു ഇദാ ഖറജ ലിഹാജതി, ഒരു ഹാജത്തിന് വേണ്ടി പുറപ്പെടുന്ന അവസരത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടും അൻ യസ്മഅ, കേൾക്കലി. എന്താ? യാ റാഷിദു, യാ നജീഹു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നല്ല അർത്ഥം വരുന്ന വാക്കാന്നല്ലോ. റാഷിദ് റഷീദ് കിട്ടിയ ആളെന്നല്ലേ, നജീഹ് എന്ന് വെച്ചാൽ വിജയിച്ച ആൾ. ഇങ്ങനത്തെ വാക്കുകൾക്കൊക്കെ തങ്ങൾ ഇഷ്ടം. ഇത് വിജയം ഉണ്ടാക്കുമെന്നല്ല പറയുന്ന വായന. അപ്പം ഫത്തഫാഉലു വലിസ്തിബ്ശാറു ബിൽ ഖൈരി മഹ്മൂദു ശറഅൻ എന്നാണ് ഇപ്പോൾ നമ്മുടെ നതീജ വന്നത്. ഖൈറായ കാര്യങ്ങളെ കൊണ്ടിട്ട് എന്താക്കും? തഫാഉൽ എന്നത് ഷറഅൻ, ഷറഅൻ മഹ്മൂദാണ്. അല്ലെങ്കിൽ പോലെ കായിൻ യസ്മാ ത്വാരിബുല്ലാല്ലത്തിൻ, കാണാതായ ഒരു സാധനം അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ കേൾക്കുന്ന യാ വാജിദു എന്നുള്ള കലിമത്ത് കേട്ട്, അപ്പോൾ സാധനം കിട്ടും എന്നുള്ള ഏത് സൂചന ഉണ്ട്. അതുപോലെ വായി യസ്മാ താജിറു, കച്ചവടക്കാരൻ കേൾക്കുന്ന യാ റാസിഖു എന്ന് കേൾക്കുന്നു. വൽ മുസാഫിർ കേൾക്കുന്ന യാ സാലിമൂൻ, അവർ രക്ഷപ്പെട്ട ആളുകളുണ്ട്. വഖാസിദുൽ ഹാജത്ത് കേൾക്കുന്ന യാ നജീഹൂൻ. വൽ ഖാസി കേൾക്കുന്ന യാ മൻസൂറൂൻ. വൽ ഹാജ് കേൾക്കുന്നത് യാ മബ്റൂറു എന്ന് കേൾക്കുന്നു. ഇതെല്ലാം ആ വിജയത്തിൻ ആ സാധനത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വസ്സായിർ കേൾക്കുന്നത് യാ മഖ്ബൂലു വഅംസാലു ദാലിക് കമാ ഫിൽ മിർഖാത്തി വഗൈരിഹ. അപ്പോൾ ഫാലിൻ്റെ ആവശ്യം പറഞ്ഞു. ഇനി വഅമ്മ തതയ്യറു ബിമാന തശാഉമി, ഈ ലക്ഷണക്കേടുണ്ടാകൽ, ഈ ശൂന്യമുണ്ടാകൽ എന്നുള്ള തതയ്യറുണ്ടല്ലോ, വഹുവ മൻഹിയുൻ അൻഹു ശറഅൻ, ശറഇൽ അത് വിരോധിക്കപ്പെട്ടതാണ്. വറവൽ ഇമാമു അഹ്മദ് ഫീ മുസ്നദിഹി ബിസനദിൻ ഹസനിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഫാഅലു, തങ്ങൾക്ക് തഫാഉൽ ഇഷ്ടപ്പെട്ടു.
തത്തയ്യൂർ അംഗീകരിക്കുകയും ചെയ്യില്ല. വക്കാന യുഹിബ്ബുൽ ഇസ്മൽ ഹസൻ, നല്ല അർത്ഥം വരുന്ന പേരുകൾ തങ്ങൾക്ക് ഇഷ്ടവുമാണ്. വറവൽ ബുഖാരി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ലാ അദ്വ വലാ ഖിറത വലാ ഹാമത വലാ സഫറ. ജാഹിലിയ കാലത്ത് വെച്ച് പുലർത്തിയ ഓരോ എത്തിക്കാതുകളായിരുന്നു. ഇക്കാലത്തുണ്ടല്ലോ ഒറ്റ വിളിച്ച് ഉർഹാനി വെച്ചും വെച്ചാൾ വന്നിട്ട് കൂടുന്നില്ല പറയുന്നത്. അതിനെന്താ പറയുക, ജുലൂസർ പറഞ്ഞു ഉർഹാനി. ഒരെണ്ണം കഴിച്ചവർക്കറിയില്ല, വെച്ചാൾ വന്നിട്ടാ കൂടുതൽ. പണം മാട്ടോന്ന് ഒരാൾ തോങ്ങി വെച്ച് അയാൾക്കെന്തോ ദയിച്ച്, അങ്ങനെ പയ്യനെ കൊണ്ടുപോയി വസ്ത്രമട്ടം കഴിച്ച് ഏതായാലും അച്ഛനോടുകൂടി മറമാടി. പള്ളിയിൽ ഇഷാക്ക് വന്നാലും പുറത്തു പോകുന്നില്ല, പള്ളിയിൽ തന്നെ. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, നീ ചോദിക്കുന്നു. അങ്ങനെ എന്നിട്ട് വെച്ച് കാതിരിക്ക കൂടുമോ എന്ന് വെച്ച്. ഞാൻ വന്ന് കൂടുമെന്ന് മാത്രമല്ല കുറയുകയും ചെയ്യും. ഇതിനൊന്ന് കൂടുതൽ കബറാളികൾ എണ്ണത്തിൽ കൂടി. ജീവിച്ചിരിക്കുന്ന ഒരളവിൽ നിന്ന് അയാൾ മൈനസ് വന്നു. അയാൾക്ക് റേഷൻ കാർഡൊന്നും ഉണ്ടാവില്ല. കൂടുകയും ചെയ്ത് കുറയുകയും ചെയ്തു. പിന്നെ അയാൾ ഇനി പള്ളിയിൽ നിന്നും കാണൂല, ജുമയ്ക്ക് വരുന്ന എണ്ണം കുറഞ്ഞില്ലേ? അതല്ല ചോദ്യം, പിന്നെ ഏതാണ്? അപ്പം എൻ്റെ ചോദ്യം, ഖാദിർക്കാരെ ജസദ് കൂടുമോ എന്നാണോ, അല്ല അദ്ദേഹത്തിൻ്റെ റൂഹ് കൂടുമോ എന്നാണോ, അല്ല രണ്ടും കൂടെ കൂടിയിട്ട് കൂടുമോ എന്നാണോ, അല്ല ഇയാളല്ലാത്ത ഒരു തേർഡ് പേഴ്സൺ എന്ന് വെച്ചാൽ അതുമല്ല ഇതുമല്ലാത്ത മൂന്നാമത്തൊന്ന്. ഇനി അക്കലിയ ഹിറ്റിമാരെല്ലാം കഴിഞ്ഞു. നിങ്ങളേതാണ് ഇതിനെ ഫായിലാക്കുന്നത്? ജസദ് കൂടൽ എന്ന് പറഞ്ഞാൽ അയാളെന്താക്കി കവറിൽ കൊണ്ടുവച്ചാൽ അത് മുട്ടുകെല്ലാം തുറന്നിട്ട് അയാൾക്ക് പറഞ്ഞു വരാനൊന്നും കഴിയില്ല. അതല്ല വയ്ക്കുന്നത്, ഉപദ്രവിക്കുന്നു. അവൻ ഉപദ്രവിക്കുന്ന അയാളെ തച്ച് പിടിച്ചില്ലേ, മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അയാൾക്കൊരു അടിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ റൂഹ അതാത്രയിലുണ്ട്, പോയി ആയിരിക്കും മുടക്കി കൊടുക്കൂല. അപ്പോൾ രണ്ടും പോയി. പിന്നെ ഏതാ മൂന്നാമത്തത് രണ്ടും കൂടെ കൂടിയത്. അപ്പോൾ അയാൾക്ക് അതൊക്കെ മരിച്ചിട്ടില്ല. അയാൾ ഇന്നലെ വരെ നമ്മുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ആ മൂന്നാമത്തെ ഹെറ്റിമാല് പ്രകാരം അയാൾ ഇതുവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾ സാധു, സാമ്പത്തികമായി വളരെ ക്ലേശം ഉണ്ടായിന്, പിന്നെ കുറച്ച് കിട്ടും കുറച്ചാക്കും. അപ്പോൾ മൂന്നാമത്തെ ഹെറ്റിമാല് പ്രകാരം അയാൾ ഇതുവരെ ഉപദ്രവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ആരും ഒന്നും പറയില്ല. പിന്നെ ഏതാണ് നിങ്ങളുടെ ചോദ്യം? അപ്പോൾ പണ്ടും പണ്ടേ കേട്ട് വരുന്ന ഖുറാഫാത്ത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് സുന്നി അല്ല എന്നാണ് നമ്മളെ നാട്ടിൽ എത്തിക്കാത്തത്. അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ പണ്ടും പണ്ടേ പറഞ്ഞു വരുന്ന കുറച്ച് ഖുറാഫാത്തുണ്ട്. അത് അംഗീകരിച്ചാൽ അവനാരായി സുന്നിയാണ്. അതിനെ ചോദ്യം ചെയ്താൽ അവൻ ഭയങ്കര സുന്നിയായി. പക്ഷെ കിതാബിൽ പറഞ്ഞാൽ അതൊന്നും അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വെച്ച് പുലർത്തിയ അവരൊക്കെ നിങ്ങൾ പഠിപ്പിച്ച ആ അഖീദയാണ് അഹ്ലുസുന്ന എന്ന് പറഞ്ഞ സാധനം. ഏതോ കാക്കാരന്മാർ വിശ്വസിച്ച് പോരുന്ന ഖുറാഫാത്ത് സുന്നീത്ത് എന്ന് പറഞ്ഞാൽ അവൻ മൗലാക്കൊക്കെ എന്തോ മറ്റേത് കൂടിയിട്ടുണ്ടെന്ന് അതിനാണെന്നില്ല ഓർക്കല്. ഇവിടെ ഒരാളുണ്ട്, അയാൾ ഇന്നത് പറയുന്നു, അയാൾ ഹാബിയാണ്, അങ്ങനെ മറുപടിയും വരും. പ്രേതം എന്ന് പറഞ്ഞാൽ കാതിർക്കല്ല, കാതിർക്കാർ റൂഹല്ല, അത് വേറെ ചെയ്താനല്ലേ. അത് ഇയാൾക്ക് എന്താ വന്നത്? അത് കാതിർക്ക ഇല്ലെങ്കിലും ചെയ്താനുണ്ടാവുമല്ലോ. എവിടെ കൂടുന്നത്? ആരെ? അത് കൂറ്റുമാറ്റി ഉണ്ടാക്കുന്നതല്ലേ. നോക്കി ജിന്നില്ലേ ഒരു കുരക്കലും അതിനൊരു അപ്പം എന്തോ അവിടെ വന്നിട്ടെടുത്ത് ഉള്ളിയിട്ടുണ്ടെന്നല്ലേ വിശ്വസിക്കുന്നു. കൂറ്റുമാറ്റാൻ എന്തെല്ലാം കഴിയുമോ? മനുഷ്യര് മലക്കിനും ഒരു കരീനും കൊടുക്കുന്നില്ലല്ലേ. ഇയാള് വഫാത്താരോട് മലക്ക് അയാൾ തസ്ബീഹിലിട്ടാണ് ഒരു കരി കൂടുന്നു പറഞ്ഞു. കരീന് എവിടത്തേക്ക് പോയി? അപ്പൊ കാതിർക്കല്ല, കാതിർക്കാർ റൂഹല്ലല്ലോ. ഞാൻ പറയുന്ന മൂന്നാമത്തൊന്നല്ലേ പറഞ്ഞത്. ഇനി അപ്പൊ ഇതില്ല, അദ്വയില്ല, തീറത്തില്ല, ഹാമത്തില്ല, സഫറും ഇല്ല. സഫറാന്നല്ല ഏറ്റവും കൊടിയ ഹസനുള്ള മാസം.
എന്നിട്ട് വഫിറ മിനൽ മജ്ദൂം, കുഷ്ഠരോഗം വന്നാൾ അവക്ക് നീ ഓടിക്കോ, ഫിറാറക മിനൽ അസദ്, സിംഹത്തിൽ നിന്ന് നീ എങ്ങനെ ഓടുന്നു അതുപോലെ ഓടിക്കോ എന്ന് വെച്ചാൽ വളരെ അകന്ന് നിന്നോ എന്ന് പറഞ്ഞു. അന്നേണ്ട് സഫർ, പല വിശ്വാസങ്ങളും അത് പറ്റൂല ഇത് പറ്റൂല മറ്റു പറ്റൂല, നേസല്ലേ. ഇപ്പം ജാഹിലിയത്തിനേക്കാൾ കുറേ നേസം അധികമുണ്ട്. അതാ ഇവനിക്ക് ആദത്തനുസരിച്ച് എന്താക്കും, ചില ബീജങ്ങൾ രോഗം പകരാനുള്ള ഈ എന്താ ഇമ്മ്യൂണിറ്റി കുറവുണ്ടാവും, അത് വന്നു. അപ്പോൾ ഇവനിക്ക് രോഗം വന്നപ്പോൾ അത് ഈ അതുവയിൽ നിന്നാണ് വന്നതാണ് എന്നുള്ള അസ്സലെത്തിക്കാതെ പൊളിഞ്ഞു പോകും. ലാ അതുവ എന്നുള്ള അസ്സലെത്തിക്കാതെ പൊളിയാൻ കാരണം അത് വന്നില്ലേ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് വെറുതെ ചിന്തിച്ചാൽ മതിയല്ല, എനിക്ക് ഇന്നതായി എന്ന് പറഞ്ഞാൽ തന്നെ അത് പറയട്ടെ വരുന്നുണ്ട്. അത് മരിച്ചാൾ ഒരു തടിയായിട്ട് വരും, എന്നിട്ട് പേർക്ക് കയറി വരുമെന്നെല്ലാം പറഞ്ഞിട്ട് ഇത് കട്ടൻ ചായം കുടിച്ചിട്ടാണ് പോക്ക്. തേശം തട്ടിപ്പോന്നു. നമ്മ എത്ര കൊല്ലം റോഡിൽ പോന്നു, നമുക്ക് ഇതിലൊന്നും കണ്ടിട്ടില്ല. ഫനഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷേധിച്ച് തഹ്സീറൽ അദ്വാ, അദ്വാൻ്റെ തഹ്സീർ നിഷേധിച്ചു. എന്തുകൊണ്ടുള്ള തഹ്സീർ? മിൻ ദാത്തി, അതിൻ്റെ ദാത്തിൽ നിന്നുള്ള തഹ്സീർ. അത് പൊതുവെ നമ്മുടെ അക്കീദ തന്നെയാണല്ലോ, ഒരൊറ്റ അസ്ബാബുകൾക്കും ഇതില്ല, ദാത്തിയായ തഹ്സീർ ഇല്ല എന്ന് പണ്ടേ 101 തവണ മറ്റേ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വഅന്നഹാ ലാ മഹാലത മുഅസ്സിറത്തുൻ എന്നതും ഇല്ല. ആ വായിക്കുമ്പോൾ തെറ്റി എന്താകുന്നറിയോ, മുഅസ്സിറത്താണ് സംശയിക്കണ്ട എന്നർത്ഥം കിട്ടും, അതിന് അത്തിപ്പം മാറിയാൽ പക്ഷെ നോക്കുന്നില്ല. ഫനഫ തങ്ങൾ നിഷേധിച്ചതാണ് അദ്വ എന്നതിനെ ദാത്ത് കൊണ്ട് തഹ്സീലുണ്ട് എന്നതിനനുസരിച്ച്. അത് ഒരു സാധനത്തിനുള്ള മരുന്നുകൊണ്ട് ദാത്ത് കൊണ്ട് തഹ്സീലുണ്ടാകും. അതല്ലേ മുമ്പ് പറഞ്ഞത്, അള്ളാഹു തആല ചില സാധനം വാറാക്കി വെച്ചിട്ടുണ്ട്, ആഫിയാണെന്ന് വെച്ചത് അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം. ചിലപ്പോൾ എന്താക്കും, തഹ്സീർ അള്ളാഹു തആല പൊളിക്കും. അപ്പോൾ അസ്ഹാബിമാർപ്പെട്ട ചിലർ വിഷം കുടിച്ചിട്ടുണ്ടാവും ശത്രുക്കളെ മുമ്പിൽ. പിന്നെ അർത്ഥം എന്താ, അത് വിഷമല്ല എന്നല്ല, അടുത്ത ദീപം കുടിച്ചാൽ മരിക്കുകയും ചെയ്യും. തഹ്സീർ അങ്ങ് പിൻവലിച്ചു. അപ്പം തഹ്സീറിനെ തങ്ങൾ നിഷേധിച്ചു. വഅന്നഹാ ലാ മഹാലത മുഅസ്സിറത്തുൻ എന്നതിനെയും നിഷേധിച്ചു. ഈ അദ്വ എന്നുള്ളത് അതിൻ്റെ ദാത്ത് കൊണ്ട് തന്നെ സംശയിക്കേണ്ട മുഅസ്സിറത്താണ് എന്നതിനെയും തങ്ങൾ നിഷേധിച്ചു. കമാ കാനൂ യഅ്തഖിദൂന ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് അങ്ങനെയാണ് എത്തിക്കാത്. അപ്പം കമാ കാന എന്നുള്ള എന്തിന്മേലെ അത് മംഫീലാണ്. പക്ഷെ വൈന്നമാഹിയ സബബ് മിനൽ അസ്ബാബ്, ധാരാളം സബബുകളുണ്ട്, അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സബബ് മാത്രം. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറാം, ഒരു സബബ്. വെള്ളം കുടിച്ചാൽ ദാഹം മാറാം, സബബ്. മരുന്ന് കുടിച്ചാൽ വ്യക്തം മാറുന്നുണ്ടെങ്കിൽ സബബ്. തീ കൊണ്ട് കരിയൽ ഒരു സബബ്. വൽ ഫആലുൽ മുഅസ്സിറു ബിൽ അസ്ബാബി ഹുവൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹദഹു. അസ്ബാബ് ഉപയോഗിച്ചാലും അതിൻ്റെ ഫആലാരി അല്ലാഹു തആല മാത്രം. روى البخاري أن النبي صلى الله عليه وسلم قال لا عدوى ولا هامة ولا سفر. അപ്പോൾ കാല ഒരു അറാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമാ ബാലുൽ ഇബ്ലി, ഒട്ടകത്തിൻ്റെ അവസ്ഥ എന്ത്? തഖൂനു ഫിൽ അംറി, അത് മണലിലിങ്ങനെ കിടക്കുന്നുണ്ട്. ലക അന്നഹൽ ലിബാഉ, എന്നിട്ടോ ഫയുഖാലിതുഹൽ ബഈറുൽ അജ്റബു, അവിടെ നല്ല സുഖമായിട്ട് മണൽ കിടക്കുന്നുണ്ട്. മുയലും മാൻകുട്ടിയിലും കിടക്കും പോലെ. ഒരാൾക്ക് ചുരുക്കത്തിൽ രോഗമൊന്നും ഇല്ല. ചൊറി പിടിച്ച ഒട്ടകം അതുമായി കൂളിക്കറന്നപ്പം ഫയുജ്രിബുഹ, ഈ ആദ്യത്തെ ഇതെന്താക്കി ചൊറി പിടിച്ച് കാണുന്നുണ്ടല്ലോ. അപ്പം അതുവ വന്നില്ലേ എന്നാ ചോദ്യം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ അദല്ല, ആദ്യത്തെ ഉണ്ട് ചൊറി പിടിച്ചോട്ടോ, അതിനടുത്ത് കിട്ടിയിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ തസലസിൽ തീരലുണ്ടാ. അത് മറ്റൊരു ചൊറി പിടിച്ച ഒട്ടകത്തിൽ, അത് മറ്റൊരു ചൊറി പിടിച്ചതിന്, അത് മറ്റൊരു ചൊറി പിടിച്ചെന്നും പറഞ്ഞിട്ട്
അപ്പോൾ ഫൽ അദ്വാ സബബുൻ, അദ്വാ എന്നുള്ളത് സബബ്, വലാകിന്നഹാ ലാ തുഅസ്സിറു മിൻ ദാത്തിഹാ. ഇത് നമ്മുടെ ചർച്ച. അത് അങ്ങനെ ദാത്ത് കൊണ്ട് തഹ്സീറുണ്ട് എന്ന് വിശ്വസിച്ച ആ വിശ്വാസത്തിനാ പൊളിക്കുന്നത്. എന്തോ തിരിഞ്ഞാമോ? വൈന്നമാ തുഅസ്സിറു ബിഇദ്നില്ലാഹി തആല, അള്ളാഹിൻ്റെ ഇതിനും മശിയത്തും ഉണ്ടെങ്കിലേ അതിന് തഹ്സീർ ഉണ്ടാകുള്ളൂ. വ ഖുദ്റത്തിഹി വ ഇറാദത്തിഹി. വലിദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർറ മിനൽ മജ്ദൂമി ഫിറാറക മിനൽ അസദ് എന്ന് പറഞ്ഞാലോ, ഹദറൻ മിൻ അൻ തുഅസ്സിറ ഫീക്കൽ അദ്വാ ബിഇദ്നില്ലാഹി തആല വ ഖുദ്റത്തിഹി. അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരമോ ഖുദ്റത്ത് കൊണ്ടോ നിനക്കെന്താക്കാം പകരണ്ട എന്ന് വെച്ചിട്ട് അയാൾ അതിനെന്താക്കും, ആ വസീല എന്നെ നിഷേധിക്കല്. അപ്പോൾ ഇവർക്ക് തോന്നുന്നു അത് ഉണ്ടല്ലോ, അപ്പം ഇല്ല എന്നുള്ളതാണ് അസ്ലി. വഖദ് ഖാലൽ ആരിഫൂൻ, ആരിഫീങ്ങളായ ഔലിയാക്കൾ പറഞ്ഞു, അൽ അസ്ബാബ് ഹുജ്ജാബും ബൈന യദൈ റബ്ബിൽ അർബാബ്. റബ്ബുൽ അർബാബായ അള്ളാഹുവിൻ്റെ ഇടയിൽ ഹുജ്ജാബുകളാണ്. ഓരോരോ ഈ എന്താ ചുരുക്കത്തിൽ പറഞ്ഞ ഒരു മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, അതായത് ആലമുൽ ഹിക്മത്തിൽ അള്ളാഹു അസ്ബാബിൽ കൂടിയാണ് കാര്യം നടത്തുന്നില്ല പണ്ടേ പറഞ്ഞു വന്നത്. ഇപ്പം അതാണ് ഓലാർക്കും തിരിയാത്ത പറഞ്ഞാൽ. യതസറഫു ഫീഹാ, എന്നിട്ട് എന്താകും, അസ്ബാബിൽ അള്ളാഹു തആല തസറഫ് നടത്തും. ബിഖുദ്റത്തിഹി വ മശീയത്തിഹി വ ഹിക്മത്തിഹി. അപ്പോൾ ഒരാൾക്ക് വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണത്തിൽ കൂടി വിശപ്പ് മാറ്റലാണ് അള്ളാഹിൻ്റെ പതിവ്. കത്തി എടുത്തിട്ട് മുറിക്കുമ്പോൾ കത്തി കൊണ്ട് മുറിയലാണ് അള്ളാഹുവിൻ്റെ പതിവ്. മുറിച്ചോളം കത്തിക്ക് അങ്ങനെ പ്രത്യേകം കഴിവൊന്നുമില്ല. വഹുവൽ മുഅസ്സിറുൽ ഫഅാൽ. ഇനി വഖൗലുഹു, രണ്ടാമത്തത് അദ്വ പറഞ്ഞിടത്ത് തീറത്തെ പറയുന്നു. വലാ തീറത്താന അനന്ത ഐ ലാത്തിബാറി തത്തയ്യുരി ഫി ശുഉമി. ഈ ശൂമായ കാര്യങ്ങളിൽ തത്തയ്യുർ വന്നാലും പരിഗണിക്കേണ്ടതില്ല, നിങ്ങൾ പണിയെടുത്തോ, അതാണ് കടന്നോട്ടെ. ജാഹിലിയ്യക്കാലത്ത് ഇത് മസ്ജിദാന്നുണ്ട് പിന്മാറും എന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് ഓടുന്നില്ല, പിന്മാറുന്ന പിന്മാറണ്ട, നിങ്ങളെ പണി നിങ്ങളെടുത്തോന്നാ പറയുന്നത്, അത് പരിഗണിക്കണ്ട. വഖാല ബഅദുഹും വലാ തീറത്ത എന്ന് പറഞ്ഞ വാക്ക് നഫിയാണ്. ബിമാനൻ നെഹിയു, മാനാഹുൻ നെഹിയു, അതായത് തീറത്ത് പരിഗണിക്കല്ലേ എന്നാണ്. നഫിയും നെഹിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നെഹിയുടെ ലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ജാസിമായ ആമിലാണ് അല്ലേ. നഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അമലില്ല. അപ്പോൾ തീറത്ത് പരിഗണിക്കരുതേ എന്നാണ് അർത്ഥം. ഒന്ന് നെഹിയായി. ലാ യമസ്സു ഇല്ലൽ മുതഹ്ഹറൂൻ. അവിടെ ഇപ്പം എന്താണ്, ലാ യമസ്സു എന്ന് പറയുമ്പോൾ നെഫിയാണ്. മുതഹ്ഹരീങ്ങളല്ലാണ്ട് അത് തൊടൂല എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ല, അങ്ങനെ ആരും തൊട്ട പതിവില്ല. ഐ ലാ തതതയ്യറു വലാ തശാഅമു എന്ന നെഹിയാക്കി മറിച്ച്. ഇനി വലാ ഹാമത്ത എന്ന അടുത്തത് ഐ ഖാലഫിൽ മിർക്കാത്തിൽ പറയുന്നു, ഹിയ ഇസ്മു തൈരിൻ, അത് ഒരു പക്ഷിൻ്റെ പേരാണ്. ഏത്? ഹാമത്ത്. യതശാഅമു ബിഹിന്നാസ്, ജനങ്ങൾ അതുകൊണ്ട് എന്താക്കുന്നറിയോ, ദുശകനം പാസ്സാക്കും. അത് എവിടെയും വന്നെങ്കിൽ കൂട്ടം മരണം, കാലക്കേട്, അടങ്ങിഞ്ഞാട്, ഇങ്ങനെയായി അല്ലേ, കച്ചവടത്തിൽ വന്ന നഷ്ടമായി, അങ്ങനെ യതശാഅം. ഇവിടെ പലിശ വാങ്ങലും അതാക്കലൊന്നും ഒരു കാര്യത്തിൽ കണ്ടിട്ടില്ല. വഹിയ സ്വദാ, അതിൻ്റെ പേരാണ് മൂങ്ങ. വഹുവ തൈറുൻ കബീറുൻ, അത് വലിയ പക്ഷി. യദ്അഫു ബസറുഹു ഫിന്നഹാർ, അതിന് പകല് കണ്ണ് കാണൂല. വയതീറു ഫില്ലൈലി, രാത്രി പറക്കും. വയുസബ്ബിത്തു, ഒച്ചപ്പാടുണ്ടാക്കും. വസ്കുനുൽ ഖറാബ്, ആളൊന്നുമില്ലാത്ത ഖറാബായ സ്ഥലത്താണ് താമസിക്കുക. വയുഖാലു ലഹു ബൂമുൻ എന്ന് മറ്റൊരു പേരുണ്ട് അല്ലേ. വഹാദ അഹദു ഖൗലൈനി, ഇത് രണ്ട് കൗലിൽപ്പെട്ട ഒരു കൗലാണ് ഹാമത്തിനെ പറ്റി. ഹക്കാഹുമൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. വസാനിഹിമ, രണ്ടാമത്തെ കൗല്, കാനത്തിൽ അറബു തസ്അമു അന്ന ഇളാമൽ മയ്യിത്തി, മയ്യത്തിൻ്റെ എല്ലുകൾ, വക്കീല റൂഹുഹു, എല്ലാവൻ്റെ റൂഹി തന്നെയും, തങ്കലിബു ഹാമത്തൻ തത്തീറു, പറക്കുന്ന ഹാമത്തായിട്ട് കോലം പറഞ്ഞിട്ട് വരുമെന്ന്. എന്നിട്ടാണ് എന്താക്കൽ ഉമ്മമാർ ഇത്തരം തടിക്ക് ഓടി നിന്നിട്ട് കട്ടൻ ചായ കുടിക്കണം, എന്നെല്ലാം പറഞ്ഞിട്ട് പോക്ക് റൂഹ വന്നു നിന്നാണ്.
വഹാദാ തഫ്സീറു അക്സറുൽ ഉലമാ, അതാ അക്സറുൽ ഉലമാൻ്റെ തഫ്സീറും അതാണ്. വഹുവൽ മഷ്ഹൂർ, അത് ആണ് മഷ്ഹൂറും. ഇനി വയജൂസു അൻയകൂനൽ മുറാദു നൗഅൈനി മഅൻ, രണ്ടും ആവുന്നതിനും തെറ്റില്ല. ഇതൊക്കെ ജാഹിലിയ്യക്കാലത്ത് വിശ്വസിച്ച് വരുന്ന വിശ്വാസം. ഫഇന്നഹുമാ ബാത്തില, രണ്ട് മാന കൊടുത്താലും ബാത്തില തന്നെ. ഇനി വലാ സഫറ എന്ന് പറഞ്ഞാൽ ഇപ്പം സഫർ കാണുന്നില്ല, എന്തെല്ലോ വിശ്വാസങ്ങളാന്നല്ല, അതെല്ലാത്തിനുണ്ട്, മരണത്തിനുണ്ട്. ഞാൻ വിളിക്കുന്ന ഒരാൾ, അതേ വരുന്ന മാസം ഏതാ വരാൻ പോകുന്നറിയോ, മരണം, നമ്മളതിന് വരാണ്ടാക്കണം. എങ്ങനെയാണ് ഉസ്താദേ? ഞാൻ പറഞ്ഞു കോഡ്സ് വാച്ചിൻ്റെ ചാവി പിടിച്ച് വലിച്ചാൽ ഈ ഭാഷ നടക്കൂല. അതേമാതിരി ആ മുഹറത്ത് ഈ ദുൽഹജ്ജല്ലേ, അതിൻ്റെ ചാവി പിടിച്ച് വലിക്കുക, അന്നെന്താവും ദുൽഹജ്ജ് തന്നിങ്ങനെ അവിടെ കിടക്കും. ഓ അങ്ങനെ ആക്കാല്ലേ? ആ ആക്കി. അത് നോക്കിയപ്പോലെ ആടുന്ന ഗ്ലോക്കിൻ്റെ ആട്ടം നിർത്തിയാലേ നടക്കൂലല്ലേ. ഇന്ന് ഇങ്ങനെ ആടുന്നില്ല, എന്ന് പറഞ്ഞ് ആട്ടം നിർത്തുക. എന്നാൽ 9 മണിയാന്ന് എപ്പോൾ 9 മണിയായിരിക്കുമല്ലോ. അപ്പം ദുൽഹജ്ജിൻ്റെ ആട്ടം നിർത്തിക്കളഞ്ഞാൽ എന്തായ ദുൽഹജ്ജിൻ്റെ എപ്പം നോക്കിയാൽ ദുൽഹജ്ജായിരിക്കും. അതെ, നേരം വെക്കാണ്ടെടുക്കാൻ കോയിനെ പിടിച്ചോണ്ടേ പോയത്. അങ്ങനെ ആക്കട്ടാന്നല്ലേ പിന്നെയും ചോദിക്കുന്നത്. അപ്പം ഈ പറഞ്ഞെന്താണ് ഇയാൾ ചോദിച്ചെന്നാന്ന് അയാൾക്ക് തന്നെ തലച്ചോറില്ല. അതെ, കഞ്ഞിമൂല പാക്കറ്റാക്കിയിട്ട് ഉടൻ പോയി കണ്ണിക്കൊട്ടയിൽ അനിമക്കുറമ്പുണ്ടാ ചെങ്ങളായിന്ന് പരിപ്പായി ടാങ്കിയാക്കാൻ സ്ഥലവുമില്ല. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ ആടാ അത് കഞ്ഞിമൂല ഇപ്പിന്. അപ്പം പിന്നെ എന്താക്കാൻ ടാങ്കിയാക്കണ്ടേ? രണ്ടാലൊരു മാർഗം, ഒന്നുകിൽ ഇവിടുന്ന് കഞ്ഞിമൂലിനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ദിവസം നിങ്ങൾ എന്താക്കണം പ്ലാസ്റ്റിക് പാക്കറ്റ് തയ്യാറാക്കുക. പിന്നെ എന്താക്കുക, ആക്കിയിട്ട് കൊണ്ടുപോകുമ്പോൾ കാട്ടിൽ ആ മലയിലിട്ട് വലിച്ചെറിഞ്ഞു പോകുമ്പോൾ ഒരു പാക്കറ്റ് പിടിച്ചാൽ മതി. അത് വിഷമില്ല. എന്നാൽ പിന്നെ ഇത് ഈക്കാം, കൈക്കോട്ടെടുക്കും മണ്ണ് ഇരിച്ച് പാക്കറ്റിലിട്ടിട്ട് അനീപ്പനോട് തന്നെ കൊണ്ടുപോയി ചാടി. അപ്പം എല്ലാവരും അംഗീകരിച്ച് കഞ്ഞം മുന്നിന് ഉസ്താദാണ് നീക്കം ചെയ്തത്. ആ കെട്ടുന്ന മണിയാണി മുതൽ ഇത് പാസ്സാക്കിയ മാസ്റ്റർ വരെ എന്താക്കി കൊണ്ടുപോയി. അപ്പം ഇത്ര കാലവും ഈ വിഡിത്തത്തിലാണ് ഈ കഴിച്ചു കൊണ്ടുന്നതിന് വേറെ തെളിവെന്തെങ്കിലും പണയും. ഏതാ കാല അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇലം ഇമാമു മാലിക് ഇമാമിനോട് ചോദിച്ചു, അൻ ഖൗലിഹി വലാ സഫറ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ സഫർ എന്ന മാസം ഇല്ല എന്നാണോ? അങ്ങനെ ആരും പറയൂലല്ല. അപ്പം സഫറിനെ പറ്റി വെച്ച് പുലർത്തുന്ന കുറേ ധാരണകളൊന്നും ഇസ്ലാമിലില്ല. ഫഖാല ഇന്ന അഹ്ലൽ ജാഹിലിയ്യത്തി കാനു യുഹില്ലൂന സഫർ. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യുഹില്ലൂനഹു ആമൻ വയുഹരിമൂനഹു ആമാന്നൊരു ഇതാണ്. ഇന്നമൻ നസിയു സിയാദത്തുൻ ഫിൽ കുഫർ. അതായത് യുദ്ധം ഹറാമാക്കപ്പെട്ട കുറേ മാസമുണ്ട്, 4 മാസം ഇല്ലേ? ആ സമയത്താണ് ഇവർക്ക് എന്താക്കിയ യുദ്ധം വരികയാണെങ്കിൽ യുദ്ധം നിർത്തിവെച്ചാൽ എന്താകും, അത് തണിഞ്ഞു പോകും, അതിൻ്റെ ആവേശം ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താക്കുക, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായി യുദ്ധം ചെയ്തതിന് പകരം വേറൊരു മാസം ഹറാമാക്കി വെക്കാം, അപ്പം പകരത്തിന് പകരം കൊടുക്കാമല്ലോ. ഇതാണ് ജാഹിലിയ്യക്കാലം. അപ്പം അങ്ങനെ സഫറോണ്ട് കളിക്കലുണ്ടെന്ന് പറയുന്നു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സഫറ എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ വഖദ് അർശദ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലല്ലദീ യറാ മാ യക്റഹുഹു. അനിഷ്ടകരമായി കണക്കാക്കപ്പെടുന്ന കാര്യം കാണുമ്പോൾ റുബ്ബമാ ദഖല അലൈഹി തശാഉമു, അതിനാൽ തശാഉമോന് കയറിക്കൂടി ഒന്നും ചെയ്തുകൂടാന്ന്. അൻ യഖൂല, അവൻ പറയണം, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക എന്ന് പറഞ്ഞോളാം. എന്നാൽ പിന്നെ തശാഉം ഒന്നുമില്ല ഇവിടെ. മറ്റേ വടക്കോട്ട് യാത്ര എന്നല്ല, ഇന്ന് തീവണ്ടി കയറിക്കൂടാ, മറ്റത് മംഗലാപുരത്തേക്ക് യാത്ര പറ്റൂല, വടക്കോട്ട് യാത്ര എന്നല്ല, അങ്ങനെ ഒന്നുണ്ടോ?
ഇവരൊക്കെല്ലാം തീരുമാനിച്ച് യാത്രക്ക് കെട്ടെല്ലാം കെട്ടി വെച്ചിട്ട് ഒരാൾ അള്ളാൻ്റെ അവൾക്ക് ഇന്ന് വടക്കോട്ട് യാത്ര എന്നല്ലോ അയാളാകെ പൊളിഞ്ഞു. അയാളെ പ്രതീക്ഷ മുഴുവനും തകർന്നു. എന്നോട് ചോദിച്ചാതെ ബസ് ബുക്കിംഗ് ആക്കിയിട്ടുണ്ട്, കെട്ടെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്, പാടില്ല എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു വടക്കോട്ടല്ലേ, അതിൻ്റെ പണിയുണ്ട്, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. എങ്ങനെ നിങ്ങൾ യാത്ര? തളിപ്പറമ്പ് ബദരിയ ഹോട്ടലിലാണെന്ന് ബസ്സിൽ കയറ്റിട്ട് ബോംബെയിൽ പോകും. ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലൈനിൽ പോക്കാൻ അന്നത്തെ ആദ്യത്തെ പതിവ്. അപ്പോൾ തിരുച്ചമ്പത്തുനിന്ന് വടക്കോട്ടേക്ക് 2 കിലോമീറ്റർ യാത്ര ചെയ്തടത്തു ബദരിയ നഗറിലെത്തൂലേ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, നിങ്ങൾ 2 കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, ഏതായാലും യാത്ര പോണ്ടേ, ബസ്സുകാരനോട് പറഞ്ഞാൽ പിലാത്തറയിൽ നിന്ന് കയറിക്കോളാം, ബസ് സ്റ്റോപ്പിക്കട്ടെ. നിങ്ങൾ എന്താക്കണം, പാപ്പേഷനിലേക്ക് വെച്ച് 3 ഒറ്റമാരും മക്കാമിലേക്ക് കൂടി കയറിയിട്ട് പിലാത്തറയിലേക്ക് കൂടെ എന്താക്കാം, അങ്ങനെ കയറിയിട്ട് അടക്കിയിടുക. അപ്പം തളിപ്പറമ്പിൽ അങ്ങോട്ട് പോയി തെക്കോട്ട് യാത്ര ചെയ്യും. അപ്പം അമ്മ വടക്ക് പോകാൻ പാടില്ല, അമ്മ തോപ്പിച്ച്, അമ്മ ജയിച്ച്. ഇനി വടക്കോട്ട് എന്നുള്ളതിന് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ നാട്ടിൽ നിന്ന് ഈ പരക്ക് നിറങ്ങുമ്പോഴുള്ള വടക്കോ ലാസ്റ്റിൽ ആ നാട് തന്നെ വടക്കാകലോ? ഉദാഹരണത്തിനാണെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് ബസ് പോയാൽ ചെറവക്കിന് വടക്കോട്ടേക്ക് ഓടുക, എന്തിനെന്താക്കും, കിഴക്കോട്ടേക്ക് തിരിയും. അപ്പോൾ ചൊറുക്കളെ വരുന്നാൾ വടക്ക് പോയോ കിഴക്കോട്ട് പോയോ? ഇതെന്താ ഉത്തരം? അതൊന്നും ഉത്തരം, ഇത് ആപ്തവാക്യല്ലേ, അങ്ങനെ വന്നേല്ലേ. മൂന്നാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കണ്ണൂർ അവിടെ പോയി നിൽക്കുക. മംഗലാപുരം ബൈക്ക് 17 വണ്ടി ഓടുന്നുണ്ട് എൻ്റെ അന്നത്തെ ഓർമ്മയിൽ. ഇതിലൊന്നും ആളില്ലേ, അത് വടക്കോട്ടല്ലേ പോകുന്നു, സൗത്ത് ലെയർ നോർത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഓർക്കൊന്നും ഇല്ലാത്ത നിയമം ഞാൻ കിടന്നു കിട്ടീനി. അപ്പോൾ ഓറ് പറഞ്ഞ ഓറ വായ്മ നമ്മുടെ മുത്തോണിയല്ലേപ്പാ, ഓറ ആരാന്ന്, ജുലൂസിൻ്റെ ആളല്ലേ. ഇതൊക്കെയാണ് സമുദായത്തിനെ പറ്റിക്കുന്നത്. ഇത് അയാളെ അയച്ച് എല്ലാ ടിക്കറ്റും വേറെ ടിക്കറ്റും എല്ലാം നഷ്ടം വരൂലേ? തലപ്പാടിലേക്ക് ബസ്സേ പോകുന്നില്ല, കാസർഗോഡ്, കാഞ്ഞങ്ങാട്ട്, ചെറുവത്തൂർ എല്ലാം തലപ്പം മുടക്കന്നല്ലേ പോകുന്നത്. وروى الإمام أحمد عن ابن عمر رضي الله عنهما ابن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم من ردته الطيرة തീറത്ത് കൊണ്ടൊരാളെ മടക്കി അയച്ചു എന്ന് പറയാം. അതായത് തീറത്ത് കണ്ടിട്ട് കാര്യം ചെയ്യാതെ കണ്ട് പിൻവലിച്ച്, ഐ മനഅതുഹു മിൻ ഹാജത്തിഹി, അവൻ ഹാജത്ത് നടപ്പിലാക്കാതെ നന്ന് നബഗത് അശ്റക്കാൻ. ഇങ്ങനെ പറഞ്ഞവരുണ്ട്. ഖാലൂ വമാ കഫാറത്തു ദാലിക യാ റസൂലല്ലാഹ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്താ കഫാറത്ത് ചെയ്യേണ്ടത്? അത് മുശ്രിക്കാത്തിൻ്റെ കഫാറത്തല്ല, തീറത്ത് എന്നുള്ള ഉണ്ടെങ്കിൽ. ഫഖാല യഖൂലു അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞോളാം. ഇതിൻ്റെ അതെ തഫ്സീറുണ്ടെന്ന് വിശ്വസിച്ച് പണിയിൽ പിൻവലിച്ചല്ലോ. റബ്ബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മുന ഫീ ശൈനിഹി കുല്ലിഹി, തങ്ങളെ എല്ലാ നല്ല കാര്യത്തിലും ബലഭാഗത്തിനെ മുന്തിക്കുന്ന പറയും. അതാ റവ ശൈഖാനി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു തയമ്മുനു ഫീ തനഉലിഹി വതറജ്ജുലിഹി വഫീ തുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി, തങ്ങളെ ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ മുടി ചെയ്യുന്ന വിഷയത്തിൽ, ഇനി ശുദ്ധീകരണമല്ലോ ഒതു അതുപോലത്തതിലും എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും. അപ്പം എന്താക്കി, ചില്ലറക്ക് ശേഷം മൊത്തം ഒറ്റ പറച്ചൽ എല്ലാ ശൈലിയിലും ബലഭാഗം മുന്തിക്കുന്നു. വെച്ചാലോ ബലഭാഗത്തിനും ഇടഭാഗത്തിനും ഉള്ള കാര്യങ്ങളിൽ. അത് വഫീ റിവായത്തിൽ മുസ്ലിമിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന മസ്തതാഅ, കഴിയുന്നത്ര ബലഭാഗത്തിന് മുങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആകാവുന്നൊരു സ്ഥലത്തും അത് മാറ്റം പറ്റൂല. അതിനെ ചില്ലറിയാന്നത് ഫീ തുഹൂരിഹി വതനഉലിഹി വതറജ്ജുലിഹി വഫീ ശഅനിഹി കുല്ലിഹി.
എന്താ വത്തയമ്മുൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഇബ്തിദാഉ ഫിൽ അഫ്ആലി, പ്രവർത്തനങ്ങളിൽ തുടങ്ങലാണ് ബിൽ യദിൽ യുംന, വലത്തെ കൈകൊണ്ട് തുടങ്ങല്. എപ്പോൾ ഇൻകാനൽ ഫേലു മനൂത്തും ബിൽ യദി, ആ പ്രവർത്തനം കയ്യുമായി ബന്ധമുണ്ടെങ്കിൽ. വബിൽ റിജ്ലിൽ യുംന, ഇടത്തെ കാല് കൊണ്ട് തുടങ്ങൽ ഇൻകാന മനൂത്തും ബിൽ റിജ്ലി, കാലുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ. അപ്പോൾ ചെരുപ്പ് ധരിക്കൽ കാലുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. വാച്ച് കെട്ടൽ ബെൽത്തും കെട്ടാം. പക്ഷെ അത് തന്നെ ഡയല് നോക്കിയാൽ കാണൂല, ഇങ്ങനെ നോക്കാൻ പഠിക്കണം. അതിനുള്ള സൗകര്യം മാത്രം. ഇങ്ങനെ നോക്കുമ്പോൾ ഡയലിൻ്റെ ഗതി ഉണ്ടല്ലോ, അതിന് ഡയലിൽ അങ്ങോട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അത് കമ്പനിക്കാർ അങ്ങനെ ആക്കിയോണ്ട് അങ്ങനെ. ഈ ക്ലോക്ക് വൈസ് എന്നുണ്ട്, ക്ലോക്ക് വൈസ് ഒരു അസിലിയ, അതിനോടൊക്കെ ശാസ്ത്രക്കാൻ ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഇപ്പോൾ 9 മണി എന്നുള്ളത് ഇപ്പം ഇത്തരം 9:10 അത് തിരിച്ച് വായിച്ചാൽ 2:50 വായിക്കല്ല. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ച് വായിച്ചോക്കട്ടെ. ആറ് മണിയായ 2 രൂപയിൽ തന്നെ. വബിൽ ജാനിബിൽ ഐമൻ, വലത്തെ ഭാഗം, കയ്യല്ലല്ല. ഇൻകാനൽ ഫേലു മുതഅല്ലിഖൻ ബിൽ ജവാനിബി, ഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വലത്ത് നിൽക്കാം. അതെന്തിനാ? വൽ ഹിക്മത്തു ഫീ ദാലിക കമാ ഔളഹുൽ ഉലമാ വൽ ഉറഫാ, ഉലമാ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഹിറിൻ്റെ ഉലമാക്കളെയാണ്, വൽ ഉറഫാ ആരിഫീങ്ങളും. ഹുവ അന്നഹു മിൻ ബാബി തക്രീമിൽ യമീൻ, വലഭാഗത്തിന് ആദരവ് കൽപ്പിക്കുക എന്നതാണ് അതിനുള്ളത്. എന്താ? വത്തഫാഉൽ ഹസൻ, അതുപോലെ നല്ലൊരു തഫാവുലുണ്ട്. എന്താണത്? ഫൈന അസ്ഹാബൽ യമീനി ഹും അഹ്ലുൽ ജന്ന, ഖുർആനിലെ അസ്ഹാബുൽ യമീനി അസ്ഹാബുൽ ശിമാൽ എന്ന് പറഞ്ഞത് ആരാ? സ്വർഗ്ഗക്കാരാണ്. വയുതൗന കുതുബഹും ബി ഐമാനിഹിം, അവരുടെ കിതാബ് വലഭാഗത്താണ് കൊടുക്കല്. വനൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം, ഖുർആനിലുണ്ടല്ലോ. വഫീ ഹാദാ, അപ്പോൾ ഈ വിഷയത്തിൽ യതജല്ല തമാമു തൻളീമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ആ കോർവ ചെയ്യലുണ്ട്. ഏത് പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം, വരുമ്പോലെ പറ്റുന്നൊരു പ്രവർത്തനമൊന്നുമില്ല. വഹദീഹി ഫി മുബാശറത്തിൽ അമാൽ, അമാലുകളെ ഇടപെടുന്ന അവസരത്തിൽ തങ്ങളുടെ ആ ചര്യ. വദാലിക, എന്തുകൊണ്ട്? അന്നഹു ലാ ബുദ്ദ മിൻ തഖ്ദീമി അഹ്ലി തറഫൈൽ യമീനി അവിശ്മാൽ, തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങണമല്ല. ഒന്നിക്ക് വലഭാഗം തുടങ്ങണമല്ല, എവിടെ വേണോ രണ്ടും കൊണ്ട് തുടങ്ങാനാവില്ല. അപ്പോൾ എന്താക്കും? മോശറത്തില്ലാമാലി ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൂലാന ഫീ ദാലിക, എന്ന് വെച്ചാൽ എടുത്ത് പോകണോ വെൽത്തണം, തർക്കം തീർന്ന് വെൽത്തിന് എന്നെ അങ്ങനെ പറഞ്ഞു വെച്ചാൽ പിന്നെ അപ്പുറം പോകില്ലല്ലോ. എടുത്തോ ബെൽത്തോ ഒന്നല്ല, ഒന്നിന് ഒരു പ്രയോറിറ്റി വേണ്ടേ? തങ്ങണം ഭാഗം ഒന്നിച്ചത്. അതെ, പക്ഷെ എല്ലാത്തിലും നടക്കൂല. ഇവിടുന്ന് യാത്ര പോകുമ്പോൾ വില വാങ്ങുന്നെങ്കിൽ ഇതിലേക്ക് വയ്ക്കുമ്പോഴേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രത്യേക ഇമ്മോളിലെ കൂടി പോയാൽ മതി. കാലുവക്കൽ കഴിയുമ്പോൾ അടുത്ത ഭാഗം ഇറങ്ങലല്ലേ, കയറുമ്പോൾ വില ഭാഗം വെക്കണം. പക്ഷേ ഒരേ സംഗതൻ ജീവിതകാലം ദേശം ചോദിക്കും. ചുരുക്കത്തിൽ ഈ ചെവിലെ തോട്ടൊക്കെ അപ്പുറം കയറിയിട്ടേ ഇല്ല. രണ്ടിനും കൂടി ചെയ്യാൻ കഴിയില്ല. അപ്പം രണ്ടാലൊന്നുവാണെങ്കിൽ പിന്നെ എന്താകണം? ബലത്തിന് കൊടുക്കണം. വസന്നൽ ബദഅ ബിൽ യമീൻ, അതുകൊണ്ട് ബലഭാഗം കൊണ്ട് തുടങ്ങണമെന്ന് സുന്നത്താക്കി തന്നു. വറജ്ജഹ അല ഷിമാലിനേക്കാണ് അതൊക്കെ അതിന് മുൻഗണന കിട്ടി. കമാലിമത്തക്കഥ മുമ്പ് പറഞ്ഞല്ലോ. ഇനി അപ്പം ഫക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്ദഉ ബിൽ യമീനി ഫീ തുഹൂരിഹി, തങ്ങളുടെ ശുദ്ധീകരണത്തിൽ തതഹുരിഹി. അപ്പം വശാഹദ ഷാമിലുള്ളിൽ വുളൂഇ വൽ ഗുസ്ലി വത്തയമ്മും, അതോടെല്ലാം വരും. വുളൂയിലും വരും, കുളിയിലും വരും, തയമ്മത്തിലും വരും. വഫീ തറജ്ജുലിഹി എന്ന് പറഞ്ഞാൽ മുടി ചെയ്യുന്ന വിഷയത്തിൽ ആ തംശീത്ത് ഷാരി റഹ്സിഹി ഷരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഹജ്ജത്തി, താടി വാരുമ്പോഴാവട്ടെ തല വാരുമ്പോഴാവട്ടെ. വഫീ തനഉലിഹി എന്ന് പറഞ്ഞാൽ ലബ്സ് നഅലിഹി, ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിലും ബലത്തേക്കാൾ. വസാദ അബൂ ദാവൂദ് ഫീ റിവായത്തിഹി
വഫീ സിവാക്കിഹി എന്നും കൂടിയുണ്ട്, പല്ല് തേക്കുമ്പോൾ. അപ്പോൾ വലഭാഗത്തെ ഭാഗം ആദ്യം തേക്കും. ഇനി വഫീ ശഅനിഹി കുല്ലിഹി എല്ലായി. വഫീ ജാഫി റിവായത്തിൻ നസായി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന, തയമ്മുനിന് ഇഷ്ടപ്പെടും. യഖുദു ബി യമീനിഹി, തങ്ങൾ ബലത്തേക്ക് കൊണ്ടാണ് വാങ്ങാറുള്ളത്. യുഅതി ബി യമീനിഹി, ബലത്തേക്ക് കൊണ്ടാണ് ബലക്ക് കൊടുക്കുന്നതും. വയുഹിബ്ബു തയമ്മുന ഫീ ജമീഇ അംരിഹി, മുഴുവൻ കാര്യങ്ങളിലും ബലഭാഗത്തിനെ മുന്തിക്കാൻ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അല്ല വഹാദൽ ഉമൂമുൽ വാരിദു ഫീ തയാമുനിഹി ഫീ ജമീഇ അംരിഹി, അപ്പോൾ ഏത് കാര്യത്തിലും ബലഭാഗത്തിന് മുൻഗണന എന്ന് പറഞ്ഞില്ലേ, അത് ഹുവ കമാ ഖാലൽ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു മഹ്മൂലുൻ അലാ മാ കാന മിൻ ബാബി തക്രീമി വത്തസീൻ, അതായത് ഭംഗി ആക്കുന്ന കാര്യങ്ങളെയും തക്രീമിൻ്റെ വിഷയത്തിൽ അതേ അവസരത്തിൽ അതാ പറയുന്നതാണ്. കല്ലഹദി വല്ലത്തായ് ദുഖൂലുൽ മസ്ജിദി വൽ ബൈത്തി ഹൽക്കർ റസ് കസ്സു ഷാരിബ് തക്ലീമുൽ അസ്ഫാർ നിത്തഫിൽ ബിത്തിഹാരി, അങ്ങനെ പോട്ടെ. വഅമ്മ മാല തക്രീമ ഫീഹി വലാ തസീൻ ഇല്ലാത്തതോ വഹു മിൻ ബാബിൽ ഇസാലത്തി, അപ്പോൾ ഒരു കച്ചറ നീക്കണം, അപ്പോൾ ഏത് കൈ ഇടത്തേക്ക്. ഫഇന്നഹു യുഖദു ബിൽ യസാർ, അപ്പോൾ അവിടെ എന്താക്കണം, ഇടത്തേക്ക് കൈ പിടിക്കേണ്ടി. അതെന്തിനാ ഇക്റാമൽ ലിൽ യമീൻ, അല്ല അവിടെയും ബലഭാഗത്തിന് കച്ചറ തുടിക്കൂല എന്നുണ്ട്. അപ്പോൾ കുഞ്ഞ് മൂത്രം പെയ്തിട്ട് മൂത്രം തുടക്കുന്ന നേരെ കൈകൊണ്ട് തുടക്കണം, എടുത്തുകൊണ്ട്. കമാ ദല്ല അലൈഹി മാ റവാഹു അബൂ ദാവൂദ് അൻ ആയിഷ ഖാലത്ത് കാനത്ത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യായിരുന്നു അൽ യുംന, ബലത്തേക്ക് ലിതുഹൂരിഹി വ തആമിഹി, ഭക്ഷണം കഴിക്കാൻ താമിനെന്താക്കി ഷറാബെല്ലാം പറ്റും, അത് ബലത്തേക്ക് അതിന് നീക്കി വെക്കും. വക്കാനത്ത് യദുഹുൽ യുസ്റാ ലി ഖലാഇഹി, ഖലാഇൻ്റെ ആവശ്യത്തിന് ഇടത്തേക്കും നീക്കി വെക്കും. വമാ കനമിൻ, അതുപോലെ മാലിന്യങ്ങളോ കച്ചറകളോ ഒന്നും ഉണ്ടെങ്കിൽ നല്ല ഇടത്തേക്ക്. വറവാ അയ്ദൻ ഫീ കിതാബി ത്വഹാറത്തി അൻ ഹഫ്സ സൗജുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യജ്അലു യമീനഹു ലിതആമിഹി വശറാബിഹി വസിയാബിഹി, തങ്ങളെ വലത്തേക്കായി ആക്കി വെക്കുന്നതിന് ഭക്ഷണം കഴിക്കാൻ, കുടിക്കാൻ, പിന്നെ കുപ്പായം ധരിക്കാനൊക്കെ വലത്തേക്ക്. വയജ്അലു ശിമാലഹു ലിമാ സിവാദി, അതെല്ലാത്തിനും അടുത്തേക്ക് ഭാഗമാക്കും. അപ്പോൾ പേൻ്റ് ധരിക്കുമ്പോൾ വലഭാഗം അവളൊക്കാൻ പോകുന്ന ദിവസം കൈ കയറ്റുമ്പോൾ എന്താക്കും, അടുത്തേക്ക് കയ്യാതെയും കയറ്റും. وروى أيضا عن أبي قتادة رضي الله عنه أن النبي صلى الله عليه وسلم قال إذا بال أحدكم فلا يمس ذكره بيمينه, ഒരാൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ യമീൻ കൊണ്ട് അവൻ്റെ ദക്കർ തൊടാൻ പാടില്ല. വൈദാ അത്തൽ ഖലാഅ ഫലാ യതമസ്സഹു ബിയമീനിഹി, ഖലായി പോയാൽ വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ വരക്കലില്ലേ, പിന്നെ ഒരാൾക്ക് ഒറ്റ കൈ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൈദാ ശരിബ, കുടിക്കുകയാണെങ്കിൽ ഫലാ യശ്റബ് നഫസം വാഹിദ, ഒറ്റയടിക്ക് ഒരൊറ്റ ഒഴിച്ചുണ്ടാ അതിന് മുന്തി കുടിക്കുന്നു. എന്തായാലും പറയുന്നത് പൊട്ടി ചോദിച്ചിട്ടും അത് കുറേശ്ശെ കുടിക്കണം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിസ്തിഅ്മാലിൽ യമീനി, വലഭാഗം മുന്തിക്കണം. ഫിത്തആമി, ഭക്ഷണത്തിലാവട്ടെ, വശറാബി, കുടിക്കലിലാവട്ടെ, വല്ലഖദി, വാങ്ങലാവട്ടെ, വല്ലത്തായി കൊടുക്കലാവട്ടെ, വജൻഹാൻ ഇസ്തിഅ്മാലി ശിമാലി ഫീ ദാലിക, ആ വിഷയത്തിൽ അടുത്തേക്ക് തങ്ങൾ തടയും, വിരോധിക്കും. وروى ابن ماجه بإسناد صحيح أن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال ليأكل أحدكم بيمينه ويشرب بيمينه وليأخذ بيمينه وليعط بيمينه, നിങ്ങൾപ്പെട്ട ഓരോരുത്തരും വലത്തെ കൈകൊണ്ട് തിന്നട്ടെ, വലത്തെ കൈകൊണ്ട് കുടിക്കട്ടെ, വലത്തെ കൈകൊണ്ട് വാങ്ങട്ടെ, വലത്തെ കൈകൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ അതൊന്നും ബാധകമല്ലെന്നാ പറയും. ഫഇന്ന ശൈത്വാന യഅ്കുലു ബിശിമാലിഹി, കാരണം ശൈത്താനാണ് ഇടത്തെ കൈ കൊണ്ട് തിന്നലി. വയശ്റബ് ബിശിമാലിഹി, ഇടത്തെ കൈ കൊണ്ട് കുടിക്കും. വയുഅതി ബിശിമാലിഹി വയഖദു ബിശിമാലിഹി, ഒക്കെ ശൈത്താനിക്ക് പറ്റിയ പണിയാണ്.
وروى مسلم بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا يأكلن أحدكم بشماله ولا يشربن بشماله فകർശനമായ നഹി അവിടെ അന്നാന്ന് തൗക്കീദിന്റെ നൂന് കൊടുത്തിട്ടതാ. നിങ്ങൾ പെട്ടൊരാളും തിന്നരുതേ കുടിക്കരുതേ. ഫൈന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. അപ്പോൾ വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമുൽ ഐമന ഫൽ ഐമന, അതുപോലെ ബലഭാഗത്താള് പിന്നെയും അടുത്ത ബലഭാഗത്താള്. എന്നിട്ട് വയഖൂലു അൽ ഐമന ഫൽ ഐമന എന്ന് പറയും. روى الشيخان واللفظ للبخاري عن أنس رضي الله عنه أنه رأى رسول الله صلى الله عليه وسلم شرب لبنا. അനസ് തങ്ങളെ പറയുന്നു, തങ്ങൾ പാല് കുടിച്ച് എപ്പോഴും വാത്താതാറു അനസ് തങ്ങളുടെ പരുക്ക് പോയതായിരുന്നു. അപ്പം അനസ് പാല് കൊണ്ട് കൊടുത്ത് എന്താ പറഞ്ഞു, ഷാത്തൻ ഞാനൊരു ആട്ടിനെ കറന്ന് ഫശിബത്തുലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചേർത്ത് മിനൽ ബിഹരി കിണറിലെ വെള്ളം ഒഴിച്ച് കൂട്ടിച്ചേർത്ത് തന്നെ കുറച്ച് നൈസാക്കാൻ. ഫതനാവൽ ഖദഹ, അങ്ങനെ പാത്രം കോപ്പം വാങ്ങി. ഫശരിബ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച്. വാൻ യസാരിഹി അബൂബക്കർ, ഇടഭാഗത്താരുള്ളത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. വാൻ യമീനിഹി അറാബിയുൻ, യമീനല്ല അറാബിയുണ്ട്. അപ്പോൾ ഇവിടെ സിദ്ദീഖ് തങ്ങൾക്കല്ല ഫദിലധികം. പക്ഷെ ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അൽ അറാബിയ ഫദിലഹു, തങ്ങൾ കുടിച്ച ബാക്കി ആർക്ക് കൊടുത്ത ബലഭാഗത്ത് അറാബിക്ക് കൊടുത്തത്. കരണ്ട് ഇപ്പം പോയതാ ഇത്. അറാബിക്ക് കൊടുത്തു. സുമ്മക്കാല, പിന്നെ പറഞ്ഞ അൽ ഐമൻ ഫൽ ഐമൻ, ബലത്ത് ബലത്ത് തന്നെ. വഫീ റിവായത്തിൻ അൽ ഐമനൂന ഫൽ ഐമനൂന, ബലഭാഗത്തുള്ളവർ പിന്നെ അവരുടെ ബലഭാഗത്തുള്ളവർ എന്ന്. വഫീ റിവായത്തിൻ അലാ ഫയമ്മിനൂ എന്ന് പറഞ്ഞു, ബലഭാഗത്താക്കുവിൻ. ഖാലൽ ഹാഫിദു ഫിൽ ഫത്ഹിൽ ബാരിയിൽ പറഞ്ഞു യുഖദ്ദമു മൻ അലാ യമീനി ഷാരിബി, ഷാരിബിൻ്റെ ബലഭാഗത്തുള്ളാക്ക മുൻഗണന കൊടുക്കണം ഫിസ്റ്റുബി കുടിക്കുന്നതിൽ. സുമ്മല്ലതി യമീനിസ്ഥാനി യമീ, ആ രണ്ടാമത്തെ ആളെ ബലഭാഗത്തുള്ള ഉണ്ടല്ലോ, ബഹലുമ്മ ജറൻ, അങ്ങനെയാണ് വേണ്ടത്. വഹാദ മുസ്തഹബൻ നിന്തൽ ജമീഇൻ, അപ്പം ഒരേ പോക്ക് പോകണമെന്നാണ് വരുന്നത്. വഖാല ഇബ്നു ഹസ്ം പറയുന്നു യജിബു, അത് വാജിബാണെന്നാണ് ഇബ്നു ഹസ്മിൻ്റെ അഭിപ്രായം. അത് മദ്ഹബിൽ ഖിലാഫ പറഞ്ഞത്. അപ്പം ഫയുബ്ദഉ ബി കബീരിൽ ഖൗമി ഔ മുഖദ്ദമിഹിം ഫിൽ ഫളിലി, ഖൗമിൻ്റെ കൂട്ടത്തിൽ കബീറായ ആക്ക് തുടങ്ങണം, അതുപോലെ ഫളിലിൽ മുഖദ്ദമുണ്ടല്ലോ അവർ. സുമ്മ ബിമൻ അലാ യമീനി, പിന്നെ യമീനുള്ളവർക്ക് തുടങ്ങട്ടെ. അപ്പം ഇപ്പോൾ എന്താക്കണം, സിദ്ദീഖ് തങ്ങൾക്കാണ് ഇവിടെ ഫളിലുണ്ടായത്. അപ്പം അക്ബറിനെ മുന്തിച്ചിട്ട് എന്താക്കും, പിന്നീട് വലഭാഗത്തേക്ക് കൊടുത്തോട്ടെ. ഖറാഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ലാഖു ബഅദിൽ കലിമാത്തി മഖാഫത ഇബ്ഹാമിഹാ, ഇഹാമിഹാ ഇബ്ഹാമിഹാ യാതല്ലേ. അതായത് ഒരു കലിമത്ത് പ്രയോഗിച്ചാൽ അതിൽ ഈഹാമ് വന്ന്, അതായത് പാടില്ലാത്ത അർത്ഥങ്ങൾ സൂചിപ്പിക്കുമെങ്കിൽ അങ്ങനത്തെ കലിമത്ത് പറഞ്ഞുകൂടാം. ആ കലിമത്തിൻ്റെ പ്രയോഗം കൊണ്ടെന്താകും, ഒരു ദുരൂഹത വന്ന് വേറെന്തെല്ലോ അർത്ഥത്തിലേക്ക് ആടുകയറുന്നു. ആ പറയുന്നത് സ്പഷ്ടമായിട്ട് പറയണം. അളീഹാമുണ്ട് എന്ന് അറിയില്ലേ. جاء في الصحيحين أن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال لا يقولن أحدكم, നിങ്ങൾപ്പെട്ട ആരും പറയരുത് ഖബുസത്ത് നഫ്സി എന്ന് പറയാൻ പാടില്ല, എൻ്റെ നഫ്സ് ഖബീസായി. അപ്പോൾ ഖബീസ് എന്നുള്ളത് മഹാ മോശപ്പെട്ടൊരു വാക്കാണ്, അത് പറയണ്ട. അതിന് പകരം എന്തുണ്ട്, വലാകിൻ യകുൽ ലഖിസത്ത് നഫ്സി എന്ന് പറഞ്ഞു.
ലഖിസത്ത് നഫ്സി മാനയിലൊന്നാണെങ്കിലും പക്ഷെ ആ കെലിമത്തിന് വ്യത്യാസമില്ല. ബദലില്ലേ ലാ തഖൂലു റായിന എന്ന് പറയാൻ പാടില്ല, വഖൂലു ഉൻദുർന എന്ന് പറഞ്ഞോന്ന് പറഞ്ഞില്ലേ. റായിന എന്ന് പറയുമ്പോൾ ഈഹാം വന്നിട്ടുണ്ട്. وفي سنن أبي داود أن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال لا يقولن أحدكم جعشت نفسي ولكن ليقول لقست نفسي എന്ന് പറഞ്ഞ ജഅശത്തിലുണ്ട് ഒരു ഈഹാമ്. അത് വേണ്ട, പകരം എന്താക്കുക ലഖിസത്ത് നഫ്സി. ഖാലൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലൽ ഉലമാ പറഞ്ഞതായിട്ട് എന്താ മഅന ലഖിസത്ത് ജാഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥത്തിലൊന്നാണ്, പക്ഷെ പദപ്രയോഗത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഖസത്ത് എന്നുവെച്ചാലോ ഖസത്തിൻ നഫ്സു തഖസ എന്ന് പറഞ്ഞാൽ ഇദൽ തറബത്ത് ഹത്താ കാദത്ത് തതകയ്യ, ആകെ ഇളക്കം വന്നിട്ട് ഛർദ്ദിക്കാൻ അടുത്ത് പോയി എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഉണ്ടായത്. ഖാലു വഇന്നമാ കരിഹ ഖബുസത്ത് എന്ന് നഫ്സി എന്ന് പറഞ്ഞാൽ കറാഹത്താക്കില്ല. ഇപ്പോൾ ലഫ്ളിൽ ഖുബ്സി വൽ ഖബീസ്, ഖുബ്സ് ഖബീസ് എന്ന ലഫ്ളാണെന്നല്ലോ, അതിൽ നിന്നില്ല മാദിയ ഫീൽ വന്നത്. അതിനകത്തുള്ള പ്രശ്നം. وقال الإمام أبو سليمان الخطابي رضي الله عنه പറയുന്നു ലഖിസത്ത് എന്ന് പകരം പറഞ്ഞാലും ഖബുസത്ത് എന്ന് പറഞ്ഞാലും മഅനാഹുമാ വാഹിദുൻ അല്ലേ, അർത്ഥം എന്നാ വൈന്നമാ എന്നാൽ പിന്നെ ഖബുസത്തിനെ വെറുക്കുകയും മറ്റുള്ള പകരം വേറെ ലഫ്ള് പറയാമെന്നാ. അതുപോലെ ലഫ്ളിൽ ഖുബ്സി വൽ ബസാഅത്തിൽ ഇസ്മിൻഹു, ഖുബ്സ് എന്ന് പറഞ്ഞത് മഹാമോശമായ ലഫ്ളാണ്, അതിൻ്റെ മായന ഖബീസ്. അപ്പം അതിൽ നിന്ന് പിടിച്ചതാണല്ലോ ഏത് ഖബുസത്ത്. അതും കേട്ടോ. വഅല്ലമഹുൽ അദബ ഫി ഇസ്തിഅമാലിൽ ഹസനി മിൻഹു, പറയുന്ന വാക്കുകളിൽ നിന്ന് ഏറ്റവും മെച്ചമായ വാക്ക് പറയാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു. വഹജനാനിൽ കബീഹിനെ ഒഴിവാക്കണമെന്നും പഠിപ്പിച്ചു. യാനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കരിഹ അൻ യുളീഫൽ മുസ്ലിമു ലിനഫ്സിഹി കലിമതൻ ഫിഹാ ഖുബുസുൻ വമശാഅത്തുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ നഫ്സിനെ കൊണ്ട് ചേർത്ത് പറയാൻ പാടില്ല ഇത് ഒരു കലിമത്ത്. അങ്ങനത്തെ കലിമത്ത് ഖബുസ്, അതിൽ ഖുബുസ് ഉണ്ട്, ബശാഅത്തുണ്ട്, കേട്ടാൽ അറപ്പും പറപ്പും തോന്നുന്ന വാക്കുകൾ പ്രയോഗിക്കരുത്. എന്താണ് ഫഇന്നൽ മുസ്ലിമ അക്രമ മിൻ ദാലിക്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ട ഒരാളാണ്. ഇനി കവിഞ്ഞ വാക്കുകൾ പലെല്ലാം വിരോധിക്കുന്നു. കവിഞ്ഞ വാക്കുണ്ടാവില്ല, അള്ളയാക്കി മാറ്റുന്നേ. ومن ذلك نهيه صلى الله عليه وسلم أن يكون العبد لسيده ربي, ഒരബദ് സയ്യിദിനോട് പറയാൻ പാടില്ല റബ്ബി എന്ന് പറഞ്ഞാൽ പാടില്ല, അത് അള്ളയാക്കാൻ. ബൽ യഖൂലു സയ്യിദി വ മൗലായ എന്ന് പറഞ്ഞു. അപ്പം സയ്യിദി മൗലായ പറയാൻ അനുവദിച്ചു എന്നേ ഇല്ലെന്നാ കേട്ടാ തിരിയുന്നില്ലേ, അനുവദിച്ചു എന്നല്ലേ. അപ്പം സലാത്തില്ല സൈദിനെ കൂട്ടിയാൽ കാഫറായിപ്പോ എന്ന് പറഞ്ഞ മതമുണ്ടല്ല. സലാത്തിൽ സൈദിന മൗലാനില്ല, സലാത്തിൽ അത് പറഞ്ഞുകൂടെന്ന് പറയും. അപ്പം എന്തായി, ഇഫ്രാത്ത് പോയി ഫരീത്ത് പോയി. പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ കവിഞ്ഞ പക്കയിട്ട് റബ്ബിന്റെ ജമ്മ ഗൾഫിൽ പ്രയോഗിച്ചതുകൊണ്ട് ശരിയാവില്ലല്ല. തങ്ങൾ വിരോധിച്ച് അഞ്ഞക്കൂല സയ്യിദ് പറയാൻ പാടില്ല, അബ്ദി അമതി എന്ന് പറഞ്ഞിട്ടുണ്ട. ഗുലാമി ജാരിയത്തി ഫതായ ഫതാത്തി ഇങ്ങനെ വേണ്ട വാക്കാ പറയണ്ട. അബദെന്ന് പ്രയോഗിച്ചില്ല. روى مسلم عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال لا يكن أحدكم أي لغيره من المخلوقات, മഖ്ലൂഖാത്തിൽ പെട്ട മറ്റൊരാളോട് റബ്ബി എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹ്ക്കുള്ള വരി എടുത്ത് അബ്ദിന് പറയലേ. വൽ യഖുൽ സയ്യിദി വ മൗലായ എന്ന് പറഞ്ഞു.
വഫീ റിവായത്തിൽ ലഹു അയ്ളൻ മുസ്ലിമിൻ്റെ ലാ യഖൂലന്ന അഹദുകും അബ്ദി വഅമതി എന്ന് പറയണ്ട. അത് തിരിച്ചു പറയുന്നത് ആദ്യം മേലോട്ട് പറയുന്നത് കുല്ലുക്കും അബീദുല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാൻ്റെ അടിമകളാണ്. വകുല്ലു നിസായിക്കും ഇമാഉല്ലാഹ്, പെണ്ണുങ്ങൾ മുഴുവനും അള്ളാൻ്റെ സ്ത്രീകളായ അടിമകളുമാകുന്നു. പക്ഷെ പറയേണ്ട നവൽ യക്കുൽ വലാകിൻ യക്കുൽ ഗുലാമി വജാരിയത്തി ഫതായ വഫതാത്തി എന്നുകൂടെ പറയാം. അതെന്തിനാണ്? കണക്കിലേറെ ബഹുമാനിച്ചിട്ട് ഇഫ്രാത്താക്കാൻ പറ്റില്ല, തഫ്രീതാക്കാനും പറ്റില്ല. വൽ ഹിക്മത്തു ഫീ ഹാദൻ നഹി ഇഗ്ലാഖു ബാബിൽ മൂഹിമാതി, ഈഹാമ് ചെയ്യുന്ന ലഫ്ളുകളെല്ലാം അടക്കലാണ്. ശ്രദ്ധ അങ്ങനെ അവൻ്റെ വാതിലേ തുറക്കണ്ട. പൊന്തിച്ചിട്ട് ഇപ്പോഴത്തെ സ്വഭാവം കണക്കിനാലെ പൊന്തിച്ചിട്ട് അള്ളാഹിനാക്കാൻ റസൂലിനാക്കാണ് വിജയിലാക്കുക. അതിനെ താക്കാൻ കഴിഞ്ഞാൽ ആ ശൈത്താനാക്കാണെ താത്തിട്ടുണ്ടാവുക. ഇങ്ങനെ രണ്ട് തായ്പത്തല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട്? പിടിച്ചു നിർത്തല. ഗിൽമാനിൻ്റെ ഈ അടിമകളുള്ള ആളുണ്ടാവൂലേ, അതുപോലെ അടിമ സ്ത്രീകളുള്ള ഉണ്ടാവൂലേ, അതാ കണക്കിലേറെ പൊന്തലി, അതുപോലെ കിബിർ കാട്ടല്, അവരെ മേൽ പൊങ്ങച്ചം കാട്ടൽ ഒഴിവാക്കണം. ഇവർ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അങ്ങനത്തെ ഒരു അധികാരം ഉണ്ടെന്നല്ലാണ്ട് കണക്കിനാണ് പഠിച്ചവനാകാനുള്ള അധികാരമില്ല. അതാണ് പിടിച്ചു നിർത്തി. അടിമകളെയും ജാരിയത്തിനെയും ആദരിക്കലും എന്ന് കോണം തരന്താണ വാക്കോനോട് പ്രയോഗിക്കാൻ പാടില്ല. താപ്പൻ പറ്റത്താക്കുന്ന കരിമത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ. വഹിസാനുൻ ഇലൈഹിം, അവരിലേക്ക് ഹിസാൻ ചെയ്യലും വജബറുൽ ഖുലൂബിഹിം, അവരുടെ കൽബിനെ സമാധാനിപ്പിക്കലുമുണ്ട് അതിലേ. ഇനി വമിൻ ദാലിക, തങ്ങൾ വിരോധിച്ചതിൽ പെട്ടതാണ് തഹദീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല മിൻ അൻ യഖൂല ഹലക്കന്നാസ്, ജനങ്ങളെല്ലാം ഹലാക്കിലാണ് എന്ന് പറയാൻ പാടില്ല. ഇത്തരത്തിൽ വഹുവ യുരീദു ബിദാലിക, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇന്തിഖാസഹും വഹ്തിഖാറഹും, അവരെ കുറവാക്കി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട്. എന്നിട്ടോ അവരേക്കാൾ ഇവന്റെ നഫ്സിന് ഫളീലത്തുണ്ട്, ഇവനിക്ക് നല്ല ശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിട്ടുണ്ടാകും. അത് പറയാൻ പാടില്ല. روى الإمام مسلم في صحيحه عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قال الرجل هلك الناس, ഇത് ഈ ഉദ്ദേശത്തോടു കൂടി പറഞ്ഞാൽ ഫഹുവ അഹ്ലകഹും എന്നും റിവായത്തുണ്ട്, അഹ്ലകുഹും എന്നും റിവായത്ത്. വഹലക്കന്നാസ് എന്ന് പറഞ്ഞ് ഫഹുവ അഹ്ലകഹും എന്നല്ലേ. അതാ ഖാലൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു ഖുൽതു റവിയ അഹ്ലകുഹും അഹ്ലകഹും ബിറഫിൽ കാഫി, അഹ്ലകു. അതുപോലെ ഫത്ഹ കൊണ്ടും വന്നിട്ടുണ്ട്. അത്യതാകുമ്പം മാദിയാഫിയിലായി. ഇവന്റെ ഈ വാക്കുകൊണ്ടെന്താക്കി ജനങ്ങളെ ഹലാക്കാക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിതാകിന്റെ വാക്കായി, ശപിക്കുന്ന വാക്ക്. അല്ലെങ്കിലോ ഈ പറഞ്ഞ ഇവനാണ് അവനേക്കാൾ ഹലാക്കായ വ്യക്തിന്ന് സുമത്തഫ്ദീലാണ്. വൽ മശ്ഹൂറു റഫ്ഉ, ഇങ്ങനെ അഹ്ലകുഹും, അപ്പൊ ജനങ്ങളെല്ലാം ഹലാക്കായത് ഇവനാണ്. വസ്തുദില്ല അലാ ദാലിക ബിരിവായത്തിൻ ഫിൽ ഹില്യത്തി ഫഹുവ മിൻ അഹ്ലകിഹിം എന്ന റിവായത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹലാക്കായത് ഇവൻ തന്നെയാണ് എന്ന് പറഞ്ഞ വാക്കിന് അപ്പൊ അതിന്റെ കൂന്ന് വയ്ക്കണ്ടേ. സുമ്മ ഖാല, പിന്നീട് ഇമാം നവവി തങ്ങൾ പറയുന്നു ഖാലൽ ഹുമൈദി പറഞ്ഞു വൽ അശ്ഹദു റഫ്ഉ, റഫ്ഉ കൊടുത്ത് വായിക്കലാണ് അശ്ഹദ്, ഫഹുവ അഹ്ലകുഹും എന്ന് വായിക്കണം. ആ അശ്ഹദ്ഹും ഹലാക്കൻ, ഹലാക്കിനാൽ കടുപ്പം കൂടിയത് ഇവൻ തന്നെയാകുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇവനത് പറയും ചെയ്തല്ല, അവരെ ഡബിളായില്ലേ. ജനങ്ങളെ പേര് നിസ്സാരപ്പെടുത്തുന്ന സബീലിൽ പറഞ്ഞതാണോ, വൽഹിത്തിഖാനിലഹും അവരെ നിസ്സാരപ്പെടുത്തി പറഞ്ഞതാണോ, വതഫ്ദീല നഫ്സിഹി അലൈഹിം അവരേക്കാൾ ഇവന്റെ നഫ്സിന്റെ ഫളീലത്തുണ്ടെന്ന് പറഞ്ഞതാണോ, ലിഅന്നഹു ലാ യദ്രി സിർറല്ലാഹി തആല ഫീ ഖൽഖിഹി
അള്ളാഹുവിൻ്റെ പടപ്പിലുള്ള സിർറ് ഇവൻ അറിയില്ല. കാരണം എന്താ പറയുന്നത്, യാനി അന്നൽ മുഹത്തഖിറൽ ഗൈരിഹി റുബ്ബമാ സാഅ അമലുഹു, ഇവൻ്റെ അമലെല്ലാം മോശമായിട്ട് വഖുതിമ ലഹു ബിസൂഇൽ ആഖിബ, സൂഉൽ ആഖിബത്തുകൊണ്ട് അവസാനിക്കുകയും ചെയ്യാമല്ലോ. വഅന്നൽ മുഹത്തഖറ, അവൻ നിസ്സാരപ്പെടുത്തിയ വ്യക്തികളെ റുബ്ബമാ സലഹ അംറുഹു, അവൻ നന്നായിട്ട് വഖുതിമ ലഹു ബിഹസ്നിൽ ആഖിബത്തുകൊണ്ട് സമാപിക്കുകയും ചെയ്യാമല്ലോ. ഇപ്പം ഒന്നും തീരുമാനിക്കാനാവില്ല. എന്നിട്ട് അത് മുപ്പറദ്വാരക്കാണ്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. എന്നിട്ട് അതിന് വ്യാഖ്യാനം പറഞ്ഞു, ഖാലൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലൽ ഖത്താബി പറഞ്ഞതായിട്ട്, ഖത്താബിയെ ഉദ്ധരിക്കുന്നു, മഅനാഹു അന്നഹു ലാ യസാലു റജുലു യഈബുൻ നാസ വയദ്കുറു മസാബിഹും, ഒരു വ്യക്തി ജനങ്ങളെ അയ്ബ് പറഞ്ഞ് അവരെ കുറ്റം കുറവേ പറയും. വയക്കൂലിൻ്റെ ഫസദന്ന, ജനങ്ങളൊക്കെ ഫസാദാണ്, വഹലഖു, അവർ ഹലാക്കാണ്, വനഹമിദാലിക്ക ഫഇദാ ഫഅല ദാലിക, ഇപ്രകാരം ചെയ്താൽ ഫഹുവ അഹ്ലകുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹലാക്ക് പിടിച്ച് ഇവനാണ്. അസ്മഉ ഹാലൻ ഇതിൽ ഫീമാ യുൽഹഖുഹു മിനൽ ഇസ്മി യൽഹഖുഹു മിനൽ ഇസ്മി ഫീ ഐബിഹിം, അവരെ കുറ്റം പറഞ്ഞ കാരണത്താൽ എന്തായി, ഇസ്മ ഇവനിക്ക് വന്നു ചേരുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് ഇല്ലാത്തത് ഇവനിക്ക് വർദ്ധിച്ചു. വൽ ബഖിയത്തി ഫീഹിം, അവർ ഗീബത്ത് പറഞ്ഞുകൊണ്ട്, വറുബ്ബമാ അദ്ദാഹു ദാലിക, ആ വാക്ക് അവൻ എത്തിക്കുന്നിടത്തേക്ക് ഇലൽ ഉജ്ബി ബിനഫ്സിഹി, അവൻ്റെ സ്വന്തം നഫ്സ് കൊണ്ട് ഉജ്ബാലിലേക്കും എത്തിച്ച്, വറുഇയത്തിഹി അന്ന ലഹു ഫദ്ലൻ അലൈഹിം, ജനങ്ങൾക്കില്ലാത്ത ഒരു ഫദ്ൽ ഇവനിക്കുണ്ട് എന്ന് കാണലിലേക്കും എത്തിച്ചു. വഅന്നഹു ഖൈറും മിൻഹും എന്ന്, അപ്പം ഫയഹ്ലിക്, ഇതെല്ലാം കുടുംബത്തായി അവൻ ഹലാക്കായി. ثم أورد الإمام النووي سند هذا الحديث عند أبي داود أنه قال مالك إذا قال ذلك عليه, മാലിക് ഇമാമ് പറഞ്ഞതായിട്ട്, തഹസ്സുനൻ ലിമാ ജറാ ഫിന്നാസ്, ജനങ്ങളിൽ കാണുന്ന ഓരോ ബിദ്അത്തും ഓരോ ദലാലത്തും കാണുമ്പം ദുഃഖിച്ചിട്ട് പറഞ്ഞു പോയതാണോ, യാനി മിൻ അംദി ദീനിഹിം ഫലാ അറാ ബിഹി ബഅസ, അതുകൊണ്ടൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല എന്നാല് മാലിക് ഇമാം. അപ്പം പറയുമ്പോഴുള്ള നിയ്യത്താ വ്യത്യാസം. ഫൈദാ ഖാല ദാലിക ഉജ്ബൻ ബിനഫ്സിഹി, അവൻ്റെ നഫ്സ് കൊണ്ട് ഉജ്ബ് കാട്ടാൻ വേണ്ടി പറഞ്ഞ്, വതസാഖുറൻ ലിന്നാസി, ജനങ്ങളെ ചെറുതാക്കാനും വേണ്ടി പറഞ്ഞാൽ, ഫഹുവൽ മക്റൂഹു അല്ലദീ യുൻഹാ അൻഹു, അതാണ് വിരോധിക്കപ്പെട്ടത്. ഇനി ഇമാം നവവി തങ്ങൾ പറയുന്നത് ഏത്, മാലിക് ഇമാമിൻ്റെ നക്കലായിട്ടല്ലേ പറഞ്ഞത്. അപ്പം വലിയൊരു ഇമാമിൻ്റെ സനദോടുകൂടി ഞക്കൽ പറഞ്ഞപ്പോൾ നമുക്ക് വേറെ കീരിയും കൊണ്ടൊന്നും എടുക്കേണ്ട, അത് തന്നെ മതി എന്നാണ്. അതാ ഖാലൽ ഇമാം നവവി പറയുന്നത്, ഖുൽതു ഫഹാദാ തഫ്സീറും ബിസ്നാദ്, സനദ് മാലിക് ഇമാം പറഞ്ഞതായിട്ടല്ലേ. അപ്പം ഫീ നിഹായത്തി മിനസ് സിഹ്ഹ, സിഹ്ഹത്തിൻ്റെ അങ്ങേയറ്റം എത്തി. വഹസനു മാ ഖീല ഫീ മഅനാഹു, അല്ലാ ഈ ഹദീസിൻ്റെ അഹ്ലഖു എന്ന് പറഞ്ഞ മാനാക്ക് പറയപ്പെട്ട ഏറ്റവും നല്ല മാനിയായി മനൽ ഹദീസ് ബാവുജൂസ്, വളരെ ഷോർട്ടുമായി, കൂടുതലൊന്നും പറയണ്ട. വലാ സിയ്യമ ഇദാ കാന അനിൽ ഇമാമി മാലിക്, ഇപ്പം മാലിക് ഇമാം പറഞ്ഞതായ പ്രത്യേകിച്ചും പറയണ്ടല്ലോ. അപ്പം ഇസ്നാദുൽ അഹ്മദി പറഞ്ഞിട്ട് പറഞ്ഞു, മാലിക് ഇമാമായ ജോറ് പറഞ്ഞതിന് അപ്പുറം വേറെ അർത്ഥമൊന്നും പറയണ്ട. അതുകൊണ്ട് മുസ്ലിമോ, ഒരു മുസ്ലിം കാത്തു സൂക്ഷിക്കണം, യുസക്കിയ നഫ്സഹു, അവൻ്റെ നഫ്സിനെ തസ്കിയത്താക്കലേ, വജഹതഖറ ഗൈറഹു, ഗൈറിനെ നിസ്സാരപ്പെടുത്തലും. ഇതെല്ലാം ഗസാലി ഇമാം ഹൈലും പറഞ്ഞിട്ടുണ്ടാവും അഫാത്തുൽ ലിസാനിൽ. ആ വഞ്ഞുക്രിമ നഫ്സഹു, അല്ല ഇവൻ്റെ നഫ്സിനെ ഇവൻ എന്താക്കി ആദരിച്ച് പറഞ്ഞു, യുസ്രിയ ബിഗൈരിഹി, മറ്റുള്ള ആളെ കളി തമാശയാക്കി, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളാൽ, അങ്ങനത്തെ മുസ്ലിമീങ്ങൾ, അൽ മുഖല്ലിഖീൻ, അവർ ദോഷം ചെയ്തവരാവാം, അവർ ദോഷത്തിന് തൗബ ചെയ്യാനും സാധിക്കൂലേ. വലാകിൻ യഹ്സിഫ് അലൈഹിം വൽ യഹ്സൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ ദുഃഖിക്കുന്നതിന് കുഴപ്പമില്ല. വല്ലദുല്ലാഹ തആല ലഹും, അവർക്ക് വേണ്ടി ദ്വാരക്കുന്നതിനും കുഴപ്പമില്ല. വജാഅ ഫീ ബലാഗാത്തിൽ ഇമാം മാലിക് അല്ലത്തി ഔറദഹാ ഫിൽ മുവത്തഇ, മാലിക് ഇമാമിൻ്റെ കിതാബാണ് ഇത് മുവത്ത. ആ മുവത്തയിൽ ബലഗനി എന്ന് പറഞ്ഞെന്താക്കും, സനദ് പറയും, എനിക്ക് ഹദീസ് കിട്ടി നല്ല ബലാഗാത്ത്.
ഇന്ന ആളെന്ന് പറയൂല, പക്ഷെ നമുക്ക് ഉജ്ജത്തന്നെ ഒരാൾ പറയൂലല്ലോ. അന്ന ഈസബിന് മറിയം അലാ നബീന അലൈഹി സ്വലാത്തു വസ്സലാം കാന യഖൂലു ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്ത കലാമ അധികരിപ്പിക്കണ്ട. അപ്പോൾ തക്ഷവ ഖുലൂബക്കും, നിങ്ങളെ കൽബെന്താക്കും, കാസിയായി മാറും, കറുത്തുറച്ചതാകും. ഫൈനൽ കൽബൽ കാസിയ ബഈദും മിനല്ലാഹി തആല, കൽബ് കുറച്ചാൽ എന്തായി മാറും, അള്ളാഹിനെ തൊട്ട് അകന്നവനാകും. വലാകിൻ ലാ തഅലമൂൻ, പക്ഷേ അള്ളാഹിനെ തൊട്ട് അകന്നിട്ടുണ്ടോ ഇല്ലെന്ന് ഇവിടെ വെച്ച് തിരിയൂല. വലാ തൻദുറു ഫീ ദുനൂബിൻ നാസി, ജനങ്ങളെ ഐബിലേക്ക് ദോഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട. അന്നക്കും അർബാബ്, നിങ്ങൾ വലിയ അർബാബ്, നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത ആള്, ഇവരൊക്കെ തെറ്റ് ചെയ്യുന്ന ആള് എന്നത്. വൻദുറു ഫീ ദുനൂബിക്കും, നിങ്ങളെ ദോഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. അന്നക്കും അബീദ്, നിങ്ങൾ അടിമകളാണ് എന്ന് വിചാരിച്ചിട്ട്. കാരണം ഫൈന്നമന്നാസ മുബത്തലൻ വമാഅഫൻ, ജനങ്ങളെ കൂട്ടത്തിൽ നിന്നുണ്ട് മുബത്തലയുണ്ടാവും, മാഫുണ്ടാവും. പലതുകൊണ്ടും ബലാലാക്കപ്പെട്ടവരുണ്ടാകും, ആഫിയത്ത് നൽകപ്പെട്ടവരുണ്ടാകും. അതുകൊണ്ട് ഫർഹമു അഹ്ലൽ ബലാൽ, ബലായിൻ്റെ അഹലുകാരോട് കാരണം തോന്നുകയും അഹ്മദുല്ലാഹി അലൽ ആഫിയ, ആഫിയത്ത് നീക്ക് തന്നതിന് ഹംദും ചെയ്തോ എന്നാ പറഞ്ഞു. അപ്പോൾ ഫലാ യൻദുറുൽ മുസ്ലിമു ഇലാ ദുനൂബിൻ നാസ്, ജനങ്ങളെ ദുനൂബിലേക്ക് നോക്കരുത്. കഅന്നഹു റബ്ബുൻ മുനസ്സഹുൻ അനി ദുനൂബി വൽ ഉയൂബ്, എല്ലാ ദോഷങ്ങളെ തൊട്ടും എല്ലാ അയ്ബുകളെ തൊട്ടും മുനസ്സഹായ ഒരു റബ്ബാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ട് നോക്കണ്ട. അതിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനം വഅന്നന്നാസ അബീദും മുഹ്തഖറൂൻ, എല്ലാ ജനങ്ങളും അബീദുകളാണ്. മഹീനൂന ബിദുനൂബിഹിം വഅയൂബിഹിം, അവരുടെ ദോഷങ്ങളെ കൊണ്ടും അയ്ബുകളെ കൊണ്ടും നിസ്സാരന്മാരാണ്. അതെല്ലാവരും അതിൽ പെട്ടി, പറയുന്നവരും പെട്ടു. വലാകിൻ യൻബഗി അൻ യൻദുറൽ മുസ്ലിമു ഇലാ ഉയൂബി നഫ്സിഹി വദുനൂബിഹാ, അപ്പോൾ അവൻ്റെ സ്വന്തം അയ്ബിലേക്കും സ്വന്തം ദുനൂബിലേക്കും അവൻ നോക്കണം. കാന്നഹു അബ്ദുൻ യഖ്ശാ അൻ യത്തലി അലൈഹി സയ്യിദുഹു, സയ്യിദ് ഇത് കാണുകയാണെങ്കിൽ എന്തൊരു പേടിയായിരിക്കും. ഫൈനൽ ഇൻസാന ലാ യഖ്ലു അൻ ദുനൂബിൻ വഉയൂബിൻ, ഏതൊരു മനുഷ്യനായാലും അയ്ബുകളെ തൊട്ട് ദുനൂബിനെ തൊട്ട് ഒഴിഞ്ഞവരുണ്ടല്ലോ. ഒന്നയ്ക്ക് ബാഹിറുണ്ടാകും, ബാത്തിനല്ലെങ്കിൽ ചിലക്ക് ബാത്തിനുണ്ടാകും, അല്ലെങ്കിലോ കബീറത്തുണ്ടാകും, ഔ സഗീറത്തുണ്ടാകും. അതുകൊണ്ട് ഇർഹമു അഹ്ലൽ ബലാ, ബലായിൻ്റെ വ്യക്തികളോട് നിങ്ങൾക്ക് റഹ്മത്തല്ലേ. ഇവിടെ ബലാ കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ മുദ്നിബീൻ, ദോഷികൾ. അതെങ്ങനെ കാരുണ്യം കാട്ടേണ്ടത്? ബിൽ മൗഇലത്തിൽ ഹസന, നല്ല ബാധ പറഞ്ഞു കൊടുക്കുക. വജ്സ്ഖി ഫീ അംദിഹിം, അവരെ കാര്യത്തിൽ ഭയം ചെയ്യുക. വഅദം ഇഹ്തിഖാരിഹിം, അവരെ പരിഹസിക്കാൻ പാടില്ല. വബിസ്തത്രി അലൈഹിം, അവരെ ഭക്ഷണാക്കാൻ പാടില്ല, മറച്ചു വെക്കണം. അതാണ് ഇതിൻ്റെ അർത്ഥം. ഫർഹമു അഹ്ലൽ ബലാ വഹമ്മദുല്ലാഹ അലൽ ആഫിയത്തി മിനദ് ദുനൂബ്, ദോഷങ്ങളെ തൊട്ട് ആഫിയത്താക്കിയിട്ട് നിങ്ങളെ, അതിന് വേണ്ടി നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ലിയുദീമദാലിക അലൈക്കും, അത് നിങ്ങളുടെ പേരിൽ ആ ആഫിയത്തിൻ്റെ അവസ്ഥ അള്ളാഹു നിലനിർത്താൻ വേണ്ടി. കദാ ഫീ ശറഹി ദുർഖാനിൽ മുവത്ത റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ ഞങ്ങൾ അതിനെല്ലാം പറയാൻ പോകുന്നു.